കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുറന്നോസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 142 സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. റോമാലേഖന പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. 8 അധ്യായങ്ങൾ റോമാലേഖനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചു. ഇന്ന് 9-ാം അധ്യായം പഠിച്ചു തീർക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 9-ാമത്തെ അധ്യായം ചിന്തിച്ച് തുടങ്ങി വെച്ചു. പല കാര്യങ്ങളും അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചു. എന്നാൽ ഇന്ന് ആ അധ്യായം പഠിച്ചു തീർക്കണം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 9, 10, 11 അധ്യായങ്ങൾ യഥാക്രമം ഇസ്രായേലിന്റെ ഇലക്ഷൻ, റിജക്ഷൻ, റീസ്റ്റോറേഷൻ, അതായത് അവരുടെ തെരഞ്ഞെടുപ്പ്, അവരുടെ തിരസ്കരണം, അവരുടെ യഥാസ്ഥാപനം എന്നീ വിഷയങ്ങൾ പറഞ്ഞിരിക്കുന്ന 3 ചാപ്റ്ററുകളാണ്, 3 അധ്യായങ്ങളാണ്. 9, 10, 11 അധ്യായങ്ങൾ. നമ്മൾ 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമുക്കറിയാം മനുഷ്യൻ പാപിയാണെന്നും യഹൂദനും ജാതിയും ഒരുപോലെ ദൈവമുമ്പാകെ ശിക്ഷായോഗ്യരാണെന്നും നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്നും നമ്മുടെ നീതീകരണവും വീണ്ടെടുപ്പും ഒക്കെ സാധ്യമായിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലൂടെ നിവർത്തിച്ച ആ രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ മാത്രമാണെന്നും അതിലൂടെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വരുന്നുവെന്നും ഭാഗ്യകരമായ റാപ്ചർ എന്ന പ്രത്യാശയെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ 8-ാമത്തെ അധ്യായം വരെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഓൾ ഓഫ് എ സഡൻ പാരച്യൂട്ടിൽ ഇറക്കിയതുപോലെ ഒരു പ്രത്യേക വിഷയം ഈ 3 അധ്യായത്തിൽ കൂടി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. 8-ാമത്തെ അധ്യായം വരെ പഠിച്ചതിന് ശേഷം അതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത ഒരു പുതിയ അധ്യായം, ഒരു പുതിയ വിഷയം, യഹൂദന്റെ തിരഞ്ഞെടുപ്പ്, അവൻ ദൈവസന്നിധിയിൽ നിന്ന് എങ്ങനെ വീണുപോയിരിക്കുന്നു, അവനെ എങ്ങനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും എന്നുള്ള ആ ഒരു വിഷയം ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് 3 അധ്യായങ്ങളിലൂടെ. ഈ വിഷയങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ അതിന്റെ സ്റ്റേജ് സെറ്റ് ചെയ്യുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കുവാനായിട്ടും നമുക്ക് ഒന്നിച്ച് ചിന്തിക്കുവാനായിട്ടിടയായി. ഇന്ന് തുടർമാനമായിട്ട് ആ വിഷയത്തിലേക്ക് വരികയാണ്. പ്രാരംഭമായിട്ടോ ആമുഖമായിട്ടോ ഒന്നും ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ഇന്ന് ഈ വിഷയം ചിന്തിച്ച് തീരണമെന്നുള്ളതുകൊണ്ട് നേരിട്ട് ആ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. 9-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ ഒരു രത്ന ചുരുക്കം, ഈ 9-ാം അധ്യായത്തിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് ദൈവം ഇസ്രായേലിനെ തന്റെ ജനമായി വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് അബ്രഹാമിനെ തെരഞ്ഞെടുത്ത് അബ്രഹാമിലൂടെ ഒരു വാഗ്ദത്ത സന്തതി എന്ന നിലയിൽ, ഒരു വാഗ്ദത്ത സന്തതിയിലൂടെ ദൈവം ഒരു സന്തതി പരമ്പരയെ, ഒരു ജാതിയെ ദൈവത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കുക. അത് ദൈവിക രക്ഷാ പദ്ധതിയായിരുന്നു. അവരിലൂടെ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ ദൈവം അവർക്ക് കൊടുക്കുകയും അവരിലൂടെ ലോകം മുഴുവനും രക്ഷിക്കപ്പെടണം, ആ ഒരു പദ്ധതിയാണ്. അതായത് ഇസ്രായേൽ എന്ന ചാനലിൽ കൂടി ആ ബ്ലെസ്സിങ്സ് ലോകം മുഴുവനും ചെല്ലണം, ജാതികളിലെല്ലാം ചെല്ലണം. അങ്ങനെ ജനം മുഴുവനും രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതി ദൈവം അവരിൽ കൂടി ആവിഷ്കരിക്കുകയാണ്. അതിനുവേണ്ടി തിരഞ്ഞെടുത്ത ജനമാണ് യഹൂദ ജനം. അവരുടെ ആ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നാം ഈ 9-ാമത്തെ അധ്യായത്തിൽ പഠിക്കുന്നത്. അതിൽ ദൈവിക ഉദ്ദേശം, അതൊരു ദൈവിക ഉദ്ദേശമായിരുന്നു. എങ്കിലും ദൈവം ആരെയും ഫോഴ്സ്ഫുള്ളി തിരഞ്ഞെടുക്കത്തില്ല. ഈ ഒരു കാര്യം നമ്മൾ ഈ അധ്യായത്തിൽ നിന്ന് പഠിക്കാൻ പോവുകയാണ്. ദൈവം യഹൂദനെ തിരഞ്ഞെടുത്തു, അവരിൽ കൂടി ഒരു ജാതിയെ തിരഞ്ഞെടുത്തു. ആ ഒരു ജാതിയിൽ കൂടി ലോകം മുഴുവനും രക്ഷിക്കപ്പെടുന്ന, അബ്രഹാമിനോട് ഉൽപ്പത്തിയിൽ വാഗ്ദത്തം കൊടുത്ത, നിന്നിലൂടെ ലോകത്തിലുള്ള സകല കുടുംബങ്ങളും സകല വംശവും രക്ഷിക്കപ്പെടും, രക്ഷ നേടും എന്നുള്ള ആ ഒരു വാഗ്ദത്ത നിവൃത്തി അവരിലൂടെ ഉണ്ടാകണമായിരുന്നു. കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കുമ്പോഴും ദൈവം ഒരുത്തരെ പോലും ഫോഴ്സ്ഫുള്ളി തിരഞ്ഞെടുക്കത്തില്ല. ഓരോരുത്തർക്കും വ്യക്തിപരമായ അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ ഫ്രീ വില്ലിലാണ് ദൈവം അവരെ വിട്ടിരിക്കുന്നത്. രക്ഷാ പദ്ധതി ജാതികളിലേക്ക് വരുത്തുക എന്നുള്ളതെല്ലാം ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. എന്നിരുന്നാലും യഹൂദൻ വീണുപോയതിനാൽ, യഹൂദനെ വിളിച്ച വിളിയിൽ നിന്ന് അവർ വീണുപോയതിനാൽ ആ രക്ഷ ജാതികളിലേക്ക് വരുന്ന ഒരു മാർഗം ആരംഭിച്ചിരിക്കുക. അതിന്റെ വക്താവായിട്ട് ദൈവം പൗലോസ് അപ്പോസ്തലനെ വിളിച്ചിരിക്കുക. അതാണ് 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞത്. എന്നാൽ ദൈവം വിളിച്ചിരുന്ന ജനതയ്ക്ക് എന്ത് സംഭവിച്ചു, അവർ ഏത് നിലയിലായിരിക്കുന്നു, അവർക്ക് എന്ത് സംഭവിക്കും എന്നൊക്കെ പൗലോസ് പറയാനായിട്ട് ആരംഭിക്കുകയാണ്. ഇവിടെ നമുക്ക് എങ്ങനെ രക്ഷ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അവരെ കൈവിട്ടതുകൊണ്ട്, യഹൂദനെ കൈവിട്ടതുകൊണ്ട്, യഹൂദനിൽ കൂടി നമുക്ക് രക്ഷ വരേണ്ട ഒരു കാലമായിരുന്നു. യഹൂദനെ ദൈവം ഏൽപ്പിച്ചിരുന്ന സ്വർഗരാജ്യം എന്ന പദ്ധതി, അതിലേക്ക് നമ്മളും കടക്കുവാൻ, നമുക്കും അതിലൂടെ രക്ഷ നേടുവാനുള്ള ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു, ദൈവിക പ്ലാൻ ഉണ്ടായിരുന്നു.
എന്നാൽ ആരിൽ കൂടെ നാം രക്ഷപ്പെടണമോ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയതിനാലും അവർ ദൈവത്തിൽ നിന്ന് വീണു പോയതിനാലും ദൈവത്തിനെതിരെ ദൂഷണം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ദൈവം ആ ചാനൽ കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ദൈവം അവരെ കൈവിട്ട് കളയുക. ആ കൈവിട്ട് കളഞ്ഞതിന് ശേഷം ആ പദ്ധതി അവിടെ വെച്ച് നിന്നു പോയി കഴിഞ്ഞാൽ അത് ദൈവത്തിനുണ്ടാകുന്ന ഒരു വലിയ തോൽവി മാതിരി. അവിടെ വെച്ച് ആ ഒരു പദ്ധതി നിന്നു പോവുകയല്ല, പകരം സ്വർഗത്തിൽ അന്ന് വരെ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി ദൈവം ആരംഭിക്കുക. അതായത് ജാതികളെ രക്ഷിക്കുന്ന, ഉലകത്തിലുള്ള സകല മനുഷ്യർക്കും രക്ഷ നേടുന്ന ഒരു സ്വർഗീയ പദ്ധതി ആരംഭിക്കുക. ആ പദ്ധതി അന്ന് വരെ ലോകത്തിന് വെളിപ്പെടുത്തിയിരുന്നില്ല, ഒരു പ്രവാചകനോടും പറഞ്ഞിരുന്നില്ല, ഒരു പിതാക്കന്മാർക്കും വാഗ്ദത്തം കൊടുത്തിരുന്ന പദ്ധതി അല്ല അത്. അതാണ് കൃപയാലുള്ള രക്ഷ, കൃപായുഗം, ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടം ആരംഭിക്കുന്നു എന്ന് പറയുക. അത് ആരംഭിക്കാനുള്ള ട്രിഗർ എന്ന് പറയുന്നത് യഹൂദൻ വീണു പോയതാണ്. റോമാലേഖനം 11 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നിരുന്നാലും ആ 11 അധ്യായത്തിന്റെ 11 വാക്യം നോക്കിയാൽ നമുക്ക് കാണാം, rather through the fall of Israel salvation came unto Gentiles. അതായത് യഹൂദന്റെ ലംഘനം നിമിത്തം ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ എന്ന് നമുക്ക് അവിടെ കാണാം. അതായത് യഹൂദൻ വീണു പോയതിനാൽ ആ രക്ഷ ജാതികൾക്ക് വരുവാനായിട്ടിടയായി. യഹൂദനിൽ കൂടി വരേണ്ടിയിരുന്ന രക്ഷ യഹൂദൻ വീണു പോയതിനാൽ rather through the fall of Israel salvation came unto Gentiles. എന്തുകൊണ്ടാണ് നമുക്ക് യഹൂദൻ വീണു പോയത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. 1-2 വാക്യങ്ങൾ ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ കാണിച്ച് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. റോമാലേഖനം 9 അധ്യായം അതിന്റെ 30 വാക്യം കാണിക്കാം. 30 വാക്യം, റോമാലേഖനം 9 അധ്യായം അതിന്റെ 30 വാക്യം. അവിടെ പറയാണ്, ആകയാൽ നാം എന്തു പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. അത് നമ്മളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കൽ എത്തിയില്ല. യഹൂദന് ആ പ്രമാണത്തിങ്കൽ എത്തുവാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ മുമ്പേ കാണിച്ച വചനം ഇതായിരുന്നു, 11 അധ്യായം അതിന്റെ 11 വാക്യം, 11:11. അവിടെ പറയുന്നത് കണ്ടില്ലയോ? എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടേറിയതെന്ന് ഞാൻ ചോദിക്കുന്നു, ഒരു നാളുമല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി, അവരുടെ ലംഘനം, അവരുടെ വീഴ്ച കാരണമായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. നമുക്ക് ആ രക്ഷ വരുന്നത് യഹൂദനിൽ കൂടി രക്ഷ കിട്ടുന്ന, യഹൂദ മതാനുസാരിയായി മാറി യഹൂദീയ പ്രമാണങ്ങളും കൽപ്പനകളും ഒക്കെ അനുസരിച്ച് യഹൂദ മതാനുസാരിയായി രക്ഷപ്പെടുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് മാറി നമുക്ക് കൃപയാൽ രക്ഷിക്കപ്പെടുന്ന ആർക്കും ഒരു യഹൂദനോടും ചേരേണ്ട, കർത്താവിന്റെ കാൽവറിയിൽ വിശ്വസിക്കുന്ന ഏവനും ഡയറക്റ്റ് രക്ഷ ലഭിക്കുന്ന പദ്ധതി നമുക്ക് ലഭ്യമാകാനുള്ള ട്രിഗർ എന്ന് പറയുന്നത് യഹൂദന്റെ ഈ വീഴ്ചയാണ്. അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. ഇവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ബട്ട് റാദർ ത്രൂ ദെയർ ഫോൾ സാൽവേഷൻ ഈസ് കം അൺടു ജെന്റൈൽസ്. ഇവിടെ അങ്ങനെ വരാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 വാക്യത്തിന്റെ 9 അധ്യായത്തിന്റെ 31 വാക്യമാണ്. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കൽ എത്തിയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പ്രവൃത്തിയാൽ അന്വേഷിച്ചതുകൊണ്ട്. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, എന്തുകൊണ്ട് അവരെത്തിയില്ല? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ച കല്ലിന്മേൽ തട്ടി ഇടറി. ഇവര് ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനകളും പ്രമാണങ്ങളും പദാരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചു പോകുന്നു പ്രവൃത്തികളാൽ. എന്നാൽ വിശ്വാസമില്ല, ദൈവത്തിലുള്ള ആത്മാർത്ഥമായ ആ സ്നേഹമില്ല. ഒരു മെക്കാനിക്കൽ ലൈഫ് മാതിരി അവര് ചെക്ക് ലിസ്റ്റുകളൊക്കെ ടിക്ക് ചെയ്ത്, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, പ്രവൃത്തികളാൽ ഞാൻ രക്ഷിക്കപ്പെടുന്നു, ഞാൻ പരിച്ഛേദന ലഭിച്ച, കൽപ്പനകളും പ്രമാണങ്ങളും ലഭിച്ച വിശുദ്ധ ജനമാണ്, അതുകൊണ്ട് എനിക്ക് ദൈവം സ്വർഗം ഒരുക്കിയിരിക്കുന്നു, അതിന് ഞാൻ എന്ത് ചെയ്താലും സ്വർഗത്തിൽ പോകും, ഈ കൽപ്പനകളിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ പ്രവൃത്തികളൊക്കെ ചെയ്ത് ജീവിച്ചാൽ മതി എന്നുള്ള ഒരു നിലയിലേക്ക് അവർ ദൈവത്തിൽ നിന്നും ആത്മാർത്ഥമായി വിട്ടുമാറിപ്പോകുവാനിടയായി. ഇതാ യെശയ്യാ പ്രവാചകനൊക്കെ പറയുന്നത്, അവർ ഇസ്രായേലിന്റെ പരിശുദ്ധനെ വിട്ട് പുറകോട്ട് മാറിപ്പോയി. അവർക്ക് പള്ളിയുണ്ട്, പട്ടക്കാരനുണ്ട്, ആരാധനയുണ്ട്, യാഗമുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ പ്രവൃത്തിയാൽ അവർ അന്വേഷിച്ചതുകൊണ്ട്, വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ അന്വേഷിച്ചതുകൊണ്ട് തന്നെ അവർ ഇടർച്ച കല്ലിന്മേൽ തട്ടി ഇടറി. അവരങ്ങനെ ഇടറി വീണുപോയി. അങ്ങനെ വീണുപോയെങ്കിലും ദൈവം ഇസ്രായേലിനെ കൈവിട്ടിരിക്കുന്നു എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ടെങ്കിലും എന്നേക്കുമായിട്ട് അവരെ അങ്ങ് വെട്ടിക്കളഞ്ഞിരിക്കുകയല്ല, വെട്ടിയിട്ട് അത് തീയിട്ട് ചുട്ട് കളഞ്ഞിരിക്കുകയല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ആ അത്തിമരത്തെ വെട്ടി എന്നുള്ളത് ശരിയാണ്,
പക്ഷെ വെട്ടി നിർത്തിയിരിക്കുക. വെട്ടിയത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിലെ കുറവ് കണ്ടിട്ടാണ് ദൈവം വെട്ടിക്കളഞ്ഞത്. എന്നാൽ ആ അത്തി തളിർക്കുകയും അത് വീണ്ടും അവരുടെ ആ ഒരു പദ്ധതിയിലേക്ക് അതിനെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യും. ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. അതിനൊരു കാലഘട്ടം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഈ 11-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. 11-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം, ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. ആക്ച്വലി അത് 26-ാമത്തെ വാക്യം, 26, 27 കൂടി എഴുതിയിരിക്കുക. 26 ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്ത നിയമം എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ദൈവം അവരോട് കനിവ് കാണിക്കും. ദൈവം സിയോനിൽ നിന്ന് വരും. ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും. യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ അവരിൽ വിശ്വസിക്കും, കർത്താവിൽ വിശ്വസിക്കും. അങ്ങനെ അവർ ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോൾ ഒരു യഹൂദ മതത്തിൽ വളരെ ശക്തമായി വിശ്വസിച്ചിരുന്ന ഒരു പരീശനായിരുന്ന ഒരു ഒരു റബി വരെ ആകാനുള്ള യോഗ്യതയുള്ള ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്ന ഒരു യഹൂദന. ഈ ബെന്യാമിൻ ഗോത്രം എന്ന് എടുത്തെടുത്ത് പറയാൻ കാര്യം രാജഗോത്രമാണ്. ഇസ്രായേലിൽ ആദ്യമായിട്ട് രാജാവ് ഉണ്ടാകുന്നത് ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന ശൗൽ രാജാവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ രാജഗോത്രമാണ് എന്ന് അവരുടെ ഇടയിൽ ഒരു പ്രൈഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ബെന്യാമിൻ ഗോത്രക്കാരൻ എടുത്തു പറയാൻ കാരണം. അതുപോലൊരു യഹൂദനായിരിക്കുന്നത് കൊണ്ട് തന്നെ തൻ്റെ സ്വജാതീയരായിരിക്കുന്ന എല്ലാവരും, തൻ്റെ ചാർച്ചക്കാര്, തൻ്റെ സ്വജാതീയർ, തൻ്റെ കിൻസ്മാൻ, കർത്താവിനെ താൻ മനസ്സിലാക്കിയതുപോലെ തന്നെ അവരെല്ലാവരും മനസ്സിലാക്കണമെന്ന് താൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് പോളിന്റെ ആഗ്രഹം. കാര്യം കാലാകാലങ്ങളായിട്ട്, ആയിരക്കണക്കിന് വർഷമായിട്ട് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ദൈവിക പദ്ധതിയാണ്. അതിൻ പ്രകാരം അവർ ദൈവത്തെ ആരാധിച്ചു പോരുന്നവരാ. കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ ലഭിച്ചിരിക്കുന്നത് അവർക്കാ. മറ്റുള്ളവരെല്ലാം ജാതീയർ, അന്യദൈവങ്ങളെ ആരാധിച്ച് അന്യദൈവങ്ങൾക്ക് ധൂപം കാട്ടി നിൽക്കുന്നവരാണ്. എന്നാൽ സത്യദൈവത്തെ ആരാധിച്ചിരിക്കുന്ന വരുന്ന ജനമായ യഹൂദൻ, അവർക്ക് ദൈവം കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ കൊടുത്ത് ദൈവജനമായിട്ട് അവരെ ദൈവം എടുത്തിരിക്കുകയാണ്. എന്നാൽ അവർക്ക് ഈ സത്യം അറിയാതെ അവർ ഇരുട്ടിൽ തപ്പിത്തടയുന്നത് പോലെ ആയിപ്പോയിരിക്കുക. ആ സമയത്ത് പോളിന് ദൈവം ഡയറക്റ്റായിട്ട് പ്രത്യക്ഷനായിട്ട് ഈ കാര്യങ്ങളുടെ ഒരു വലിയ കവാടം തുറന്ന് തന്നെ കാണിച്ചിരിക്കുക. വലിയ ദൈവിക പദ്ധതികൾ പോളിനെ കാണിച്ചു കൊടുക്കുക. അതുകൊണ്ട് പോൾ തൻ്റെ കിൻസ്മാൻ, തൻ്റെ ചാർച്ചക്കാര്, തൻ്റെ സ്വജാതീയര് ഈ സത്യം എങ്ങനെയെങ്കിലും ഇവരറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പോൾ ആഗ്രഹിക്കുക. ഇതാണ് തൻ്റെ അടുത്ത 3 അധ്യായങ്ങളിൽ പറയുന്നത്. അതിൻ്റെ ആ 3 അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് തുടങ്ങി വരാം. 9-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ മാത്രം വായിക്കാം. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് നമുക്ക് അതിന്റെ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. 1-ാമത്തെ വാക്യത്തിൽ പറയാം, ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. ഇങ്ങനെയൊക്കെ പറയുന്നത് താൻ ഇതുവരെ ഭോഷ്ക് പറയുന്നത് കൊണ്ടല്ല, താൻ ആ പറയുന്ന വിഷയത്തെ അത്രമാത്രം എംഫസൈസ് ചെയ്യുക. അതൊന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറയുന്നത് പോലെ ഇവിടെ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിൽ ഒരു സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധ ആത്മാവിനാൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. ഈ സംഗതി അവരൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഏതറ്റം വരെയും പോകുവാൻ അതിനുവേണ്ടി തയ്യാറാകാമായിരുന്നു. അവർ ഇസ്രായേലിയർ, കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കാണ് ദൈവം പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും കൊടുത്തിരിക്കുന്നത്. അവർക്കുള്ളവ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഞാൻ ഇത്രമാത്രം അവർക്ക് വേണ്ടി എരിയുവാനുള്ള കാര്യം ഇതാ. കാലാകാലങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് ദൈവം അവർക്ക് വിളിച്ച് വേർതിരിച്ച് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വലിയ പദ്ധതിയുടെ ഫൈനൽ സ്റ്റേജ് ആണിത്. അതായത് ആ കപ്പിനും ലിപ്സിനും ഇടയിലായിട്ട് അവർക്ക് ഈ പദ്ധതി നഷ്ടമായിപ്പോ ആയിരക്കണക്കിന് വർഷം ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ചിട്ട് അതിന്റെ ഫൈനൽ ഫ്രൂട്ട് അവർക്ക് അനുഭവിക്കാൻ പറ്റാതെ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക. അതിൽ മനസ്സിലായ അവരിൽ ഒരാളാണ് പോൾ. അതുകൊണ്ട് പോൾ പറയുക, ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കാമായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇസ്രായേലിയർ.
പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. പിതാക്കന്മാരും അവർക്കുള്ളവർ. ഈ കാണുന്ന പിതാക്കന്മാർ മുഴുവനും അവരുടെ പിതാക്കന്മാരാ. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പിതാക്കന്മാരും അവർക്കുള്ളതാ. അല്ല ജാതികളുടെ പിതാക്കന്മാരല്ല. എല്ലാ പ്രവാചകന്മാരും അവർക്കുള്ളത്, അവരോട് സംസാരിച്ചിരിക്കുന്നതാ. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം മുഴുവനും അവരോട് പറഞ്ഞിരിക്കുന്നതാ. അല്ലാതെ ജാതികളായ ജനങ്ങളോട് രക്ഷപ്പെടാൻ പറഞ്ഞിരിക്കുന്ന പ്രവചനം അല്ല അത്. അവരോട് പറഞ്ഞിരിക്കുന്നതാ. ജഡപ്രകാരം യേശു ക്രിസ്തു അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നതും അവരിൽ കൂടിയാണ്. അങ്ങനെ ഉള്ള ഒരു ജാതിക്ക് അവസാന നിമിഷത്തിൽ പടിക്കൽ കൊണ്ടൊന്ന് കുടം ഉടച്ചു എന്ന് പറയുന്നത് മാതിരി രക്ഷ അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് പോള് അവരിൽ ഒരാളെന്ന നിലയിൽ ആത്മാർത്ഥമായ ഹൃദയഭാരം കൊണ്ട് പറയുക. 10-ാമത്തെ അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ കണ്ടു. അവിടെ പറയാ, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയും ആകുന്നു. എങ്ങനെങ്കിലും അവര് രക്ഷിക്കപ്പെടണം. അവര് രക്ഷിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവരിൽ ഒരാളായി നിന്നിട്ട് അർത്ഥമില്ലാതെ പോവുകയാണ്. എന്നെ പ്രൈമറിലി ജാതികളുടെ ഇടയിലേക്കും ലോകം മുഴുവൻ അയച്ചിരിക്കുകയാണെങ്കിലും എൻ്റെ സഹോദരങ്ങൾ ആദ്യം രക്ഷിക്കപ്പെടണം. അതുകൊണ്ടാണ് പോൾ എവിടെ പോയാലും ആദ്യം യഹൂദന്റെ പള്ളിയിലാണ് പോകുന്നത്. അവന്റെ സിനഗോഗിലാണ് ആദ്യം പോയി അവരോട് സുവിശേഷം പറയുന്നത്. അവര് പോളിനെതിരെ തിരിഞ്ഞു കഴിയുമ്പോൾ, പോളിനെ കൈക്ക് പിടിച്ച് ഇറക്കി വിടുന്ന ലെവലിലാകുമ്പോഴാണ് പോൾ അവിടുന്ന് വിട്ടേച്ചു പോരുന്നത്. അതുപോലെ അവരോട് ഈ സുവിശേഷം അറിയിക്കുവാൻ തനിക്ക് ആഗ്രഹമാണ്. കാര്യം അവരുടെ വാഗ്ദത്തം മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെ അവസാന നിമിഷം ഇത് ആകാശത്തിലെ ശക്തികളെ ആരാധിച്ചു നിന്നിരുന്ന, ബാൽ വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി നിന്നിരുന്ന ജാതികൾക്ക് പോവുകയാണ്. ആ ആത്മഭാരം കൊണ്ട് പോൾ പറയാ, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ യാചനയുമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും, സത്യം അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ, അവര് ദൈവത്തിന് വേണ്ടി ജീവൻ കളഞ്ഞു നിൽക്കുന്നവരാ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. യെസ്, ഞാൻ അതിന്റെ സാക്ഷിയാ. എനിക്കറിയാം, കാര്യം ഞാനും അങ്ങനെ ആയിരുന്നു. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചതുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ഇതാണ് അവർക്ക് പറ്റിയിരിക്കുന്ന തെറ്റ്. അവർ ദൈവത്തിന്റെ നീതി എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. അനേക പ്രവാചകന്മാരെ അയച്ച് ദൈവം അവരോട് പറഞ്ഞുവെങ്കിലും അവര് ഈ ദൈവനീതിക്ക് ചെവി കൊടുത്തില്ല. അവരുടെ നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചതുകൊണ്ട് ദൈവനീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവന് നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. അടുത്ത അധ്യായം നോക്കി അതിന്റെ ചില വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജ്, ആ വിഷയത്തിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 11-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം കണ്ടില്ലേ? എന്നാൽ ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ? ഇത്ര വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചിരിക്കുന്ന ദൈവജനത്തെ അബ്രഹാം പിതാവായിട്ട്, ഇസഹാക്ക് യാക്കോബ് പിതാവായിട്ട്, മോശയിൽ കൂടി മോശയിക ഉടമ്പടി ചെയ്ത്, ദാവീദിൽ കൂടി ദേവിഡി കവണന്റ് ചെയ്ത്, ദാനിയേലിൽ കൂടെ എങ്ങനെയാ രാജ്യം വരുമെന്ന് സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്ത്, എത്ര നാളോടുണ്ട് ഇനി അതിൽ കടക്കാനെന്ന് 70 ആഴ്ചവട്ടത്തിന്റെ ഒരു കണക്കൊക്കെ കാണിച്ചു കൊടുത്ത്, മിഖായേലിനെ അയച്ച് ഈ കാര്യങ്ങളെല്ലാം അവരോട് അറിയിച്ച്, അങ്ങനെ സ്ക്രിപ്റ്റഡ് ആയിട്ട് ഈ പദ്ധതി വന്നുകൊണ്ടിരിക്കുക. കറക്റ്റ് സമയത്ത് കർത്താവ് അഭിഷിക്തൻ ലോകത്തിലേക്ക് വരികയും അഭിഷിക്തൻ ഛേദിക്കപ്പെടുകയും അതിനുശേഷം ആണ്ടിന്റെ അവസാനത്തെ 7 വർഷം, അവസാനത്തെ ഒരാഴ്ച, അതിൽ കൂടി അവരെ ദൈവം ശോധന ചെയ്ത് ആ നിത്യ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുന്ന പദ്ധതി, ഇങ്ങനെയൊക്കെയുള്ള പദ്ധതി ദൈവം തള്ളിക്കളഞ്ഞോ എന്ന് ചോദിക്കുക. എന്നാൽ ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. പോൾ പറയുക, ഒരു നാളുമില്ല, ദൈവം അങ്ങനെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഞാനും ഇസ്രായേലിയൻ അല്ലയോ? എനിക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നത് കണ്ടോ? ഞാൻ ഈ സുവിശേഷം നിങ്ങളോട് അറിയിക്കുന്നത് കണ്ടോ? അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവനാ ഞാൻ നിങ്ങളെക്കാൾ ഒട്ടും കുറവുള്ളവനല്ല. എനിക്ക് ആ രക്ഷ ലഭിച്ചിരിക്കുന്ന പോലെ നിങ്ങൾക്കും ആ രക്ഷ ലഭിക്കാൻ ഇന്ന് നിങ്ങളും യോഗ്യരാ. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിന്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അവർ ഇസ്രായേലിന് വിരോധമായി, കർത്താവെ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവൻ അരുളപ്പാടുണ്ടായത് എന്ത്? ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയുക. ഏലിയാവിനോട് ദൈവം പറയുകയാണ്, നീ വിചാരിക്കുന്നത് പോലെ നീ ഒരാൾ മാത്രമല്ല, ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്ക് വേണ്ടി ശേഷിപ്പിച്ചിട്ടുണ്ട്. ഒരു റെംനന്റ് എല്ലാ കാലത്തും ദൈവത്തിനുണ്ട്. അങ്ങനെ ഒരു റെംനന്റിനെ ഇക്കാലത്തിലും നമുക്കായിട്ടുണ്ട്. അത് പ്രശ്നമുണ്ടെങ്കിൽ വാഗ്ദത്ത പ്രകാരമുള്ള പദ്ധതിയിലല്ല, ഈ പദ്ധതിയിലാണ്. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പിനെ ദൈവം ശേഷിപ്പിച്ചിട്ടുണ്ട്.
ഇന്ന് ഇസ്രായേലിനെ ദൈവം വിട്ടുകളഞ്ഞിട്ടില്ല. അവർക്കും ഈ ശേഷിപ്പിന്റെ ഭാഗമാകാൻ പറ്റും. പക്ഷെങ്കിൽ ആ വിളി കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. ഇവിടെ കൃപയാൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക. കൃപയിൻ പ്രകാരം ദൈവം ഒരു ജനത്തെ വിളിച്ചു വേർതിരിക്കുക. അത് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നതാണല്ലോ, ആൻഡ് ഇഫ് ബൈ ഗ്രേസ് then is it no more of works, otherwise grace is no more grace, but if it be of works then it is no more grace, otherwise work is no more work. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ നമുക്ക് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ കൃപയാൽ എങ്കിൽ പ്രവർത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുക. പക്ഷെ അതിന് ഒരു എംഫസിസ് മലയാളത്തിൽ കിട്ടിയിട്ടില്ല. ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ രത്ന ചുരുക്കം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാലഘട്ടത്തിലും ദൈവം ഒരു രക്ഷാ പദ്ധതി തുറന്നിരിക്കുന്നുണ്ട്. യഹൂദനും അതിൽ കൂടെ രക്ഷിക്കപ്പെടാനുള്ള ഓപ്ഷൻ ഓപ്പൺ ആണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ അവരുടെ പ്രവൃത്തികളാലോ അവർ കാളക്കുട്ടിയോ ആട്ടുകൊറ്റനെയോ ഒന്നും യാഗം കഴിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെയോ അവർക്ക് രക്ഷിക്കപ്പെടാൻ കഴിയത്തില്ല. ഈ കാലഘട്ടത്തിലും ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. അത് കൃപയാലാണ്, അത് പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. ഈ കാലഘട്ടത്തിൽ നാം രക്ഷിക്കപ്പെടുന്നത് പരിപൂർണമായിട്ട് കൃപയാലാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്. ഈ 3 അധ്യായത്തിലും ഈ വിഷയങ്ങൾ തന്നെയാണ് പറയുന്നത്. യഹൂദനെ ദൈവം എങ്ങനെ തെരഞ്ഞെടുത്തു, എങ്ങനെ അവർ വീണുപോയി. 9-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. 9-ാം അധ്യായത്തിന്റെ 30-31 വാക്യത്തിൽ നമ്മൾ കണ്ടു, ആകയാൽ നാം എന്തു പറയേണ്ടു. ഞാനത് പ്രൊജക്ട് ചെയ്തില്ല. ആകയാൽ നാം എന്തു പറയേണ്ടു, നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, നമ്മളെപ്പോലുള്ളവര് ആ നീതി പ്രാപിക്കുവാനിടയായി. വിശ്വാസത്താലുള്ള നീതി തന്നെ നമുക്ക് ലഭിച്ചു. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഒരു ചോദ്യം ഉദിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെയും അവരുടെ വാഗ്ദത്ത പദ്ധതിയും ദൈവം വിട്ടുകളഞ്ഞു, എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് ചോദിക്കുക. അതിന്റെ ഉത്തരവാണ് ഞാൻ ഈ 11-ാമത്തെ അധ്യായത്തിൽ വായിച്ച് കേൾപ്പിച്ചത്. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ചു, സ്വന്തം ജനത്തെ ദൈവം തള്ളിക്കളഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ, ഒരു മിനിറ്റ് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. 11-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം അവിടെ ചോദിക്കുകയാണ്, എന്നാൽ ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ആ 9-ാമത്തെ ചോദ്യത്തിന്റെ മറുപടിയാണിത്. ഇവിടെ പറയുകയാണ്, ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞു, അവരെ എന്നേക്കുമായിട്ട് ദൈവം വിട്ടുകളഞ്ഞു എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. ഞാനും ഇസ്രായേലിയൻ അല്ലയോ, അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമീൻ ഗോത്രത്തിൽ ഉള്ളവൻ തന്നെ. അങ്ങനെ ഈ കാലഘട്ടത്തിലും നമുക്ക് രക്ഷിക്കപ്പെടാനുള്ള ദൈവിക പദ്ധതി ഓപ്പൺ ആണ് എന്ന് പറയുക. പക്ഷെങ്കിൽ ഈ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് കൃപയിൻ പ്രകാരമാണ്, വാഗ്ദത്തത്തിന് പ്രകാരമോ അല്ലെന്നുണ്ടെങ്കിൽ പ്രമാണങ്ങളും കൽപ്പനകളും ഒക്കെ അനുസരിക്കുന്നതിന് പ്രകാരമല്ല, ഏതെങ്കിലും ഉപദേശങ്ങൾ അനുസരിച്ച് നമ്മൾ രക്ഷിക്കപ്പെടുന്ന ഒരു മാർഗമല്ല, മറിച്ച് കൃപയാൽ രക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ദൈവം ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ദൈവം അവരെ വിട്ടുകളഞ്ഞു എന്ന് നാം പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം അവരെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അവർ ദൈവജനം അല്ല എന്ന് വരും. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവം അവരെ ഉപേക്ഷിച്ച് കളഞ്ഞു, ദൈവം അവരെ വിട്ടുകളഞ്ഞു, ദൈവം അവരുടെ ആത്മീക പദ്ധതി, അവരുടെ വാഗ്ദത്ത പദ്ധതി വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ദൈവജനം അല്ല എന്ന് വരും. അങ്ങനെ വന്നാൽ അവരെ കൂട്ടത്തോട് കൊന്നൊടുക്കുന്നതിന് ലൈസൻസ് ലഭിച്ചതുപോലെയാകും. കാര്യം ദൈവത്തിന് പോലും അവരെ വേണ്ട, ദൈവം കൂടെ തള്ളിക്കളഞ്ഞിരിക്കുന്ന ജനമാണ് എന്ന് ഒരു പഠിപ്പിക്കൽ വന്നു കഴിഞ്ഞാൽ അത് അവർക്കെതിരായിട്ട് വലിയ ദോഷം ചെയ്യുവാനായിട്ട് ഇടയാകും. ആക്ച്വലി ഇതാണ് ക്രിസ്തന്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ദൈവം അവരെയും അവരുടെ പദ്ധതികളെയും അവരുടെ ദേശത്തെയും ഒക്കെ കൈവിട്ട് കളഞ്ഞുവെന്നും, അവർ ആത്മീക ഇസ്രായേൽ അല്ല, അതിനു പകരം നാം ആത്മീക ഇസ്രായേലായി മാറി എന്നും ഒക്കെ ഒരു പഠിപ്പീര് നൈസായിട്ട് ക്രിസ്തണ്ടത്തിൽ ക്രീപ്പിൻ ചെയ്യുവാനായിട്ട് ഇടയായി. ക്രിസ്തീയ വിശ്വാസത്തിനുള്ളിൽ. കാര്യം അവരവിടെ ഇല്ല, അവരുടെ ദേശം തീക്കിരയായിട്ട് കുപ്പക്കുന്നായിട്ട് കിടക്കുക. അന്യജാതികൾ അത് പിടിച്ചെടുക്കുകയും അവര് അതിൽ കയറി താമസിക്കുകയും ചെയ്യുക. അവര് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം അവിടുന്ന് പോയിരിക്കുന്നവരെല്ലാം നാനാ ദേശത്തേക്കും കാക്ക എറിഞ്ഞ കല്ല് പോലെ ചിതറിപ്പോയിരിക്കുക. ദൈവം മോശയിക ഉടമ്പടിയിൽ കൂടി അത് പറഞ്ഞിരുന്നതാണ്, നിങ്ങളെ ഞാൻ ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറിക്കും, ദൈവകൽപ്പന അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ. അതുപോലെ ദൈവം അവരെ ചിതറിച്ചിരിക്കുക. അവർ പ്രവാസത്തിലേക്ക്, ഉലകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഓടിപ്പോയിരിക്കുക. അങ്ങനെ പോയിരിക്കുന്നത് 100 വർഷത്തേക്കല്ല,
200 വർഷത്തേക്കോ 500 വർഷത്തേക്കോ അല്ല 1000 വർഷം കഴിഞ്ഞിട്ടും അവിടെ ആരും തിരിച്ചു വരുന്ന ലക്ഷണമോ അവർക്ക് എന്തെങ്കിലും ഉദ്ധാരണമുള്ളതായിട്ടൊരു ഒരു ഒരു കാര്യങ്ങളോ കാണുന്നില്ല അവരുടെ ഇടയിൽ. അതുകൊണ്ട് തന്നെ ദൈവം കൈവിട്ട് കളഞ്ഞ ജനം എന്ന് അവരെ കുറിച്ച് പറയുവാൻ ഒരു മടി ഉണ്ടായില്ല. അത് തെളിയിക്കുവാൻ കഴിയും. അതുവരെ 1000 വർഷത്തെ ഹിസ്റ്ററി എടുത്ത് കാണിച്ച് പറയുവാൻ കഴിയും. അവർക്കൊരു അനുഗ്രഹവുമില്ല, പോയിടത്തെല്ലാം അവർ അടിമകളാണ്, പോയിടത്തെല്ലാം അവർ കഷ്ടപ്പെടുകയാണ്. ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുത്തു എന്ന് പറയുന്ന സ്ഥലം തീക്കിരയായിട്ട് ചുട്ടുകിടക്കുകയാണ്, അന്യജാതികൾ അതിൽ താമസിക്കുകയാണ്. അങ്ങനെ പോയിരിക്കുന്നത് കൊണ്ട് ദൈവം അവരെ കൈവിട്ട് കളഞ്ഞുവെന്നും ദൈവത്തിന്റെ വാഗ്ദത്ത പദ്ധതികൾ അവർക്ക് പകരമായിട്ട് ജാതികളായ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നുമുള്ള ഒരു പഠിപ്പീര്. ഇതിനെയാണ് റീപ്ലേസ്മെന്റ് തിയോളജി എന്ന് പറയുന്നത്. അത് വളരെ നൈസായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിനുള്ളിൽ കയറുവാനായിട്ടിടയായി. അത് നമുക്ക് ഇന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ അങ്ങനൊന്നുമില്ല, നമുക്ക് റീപ്ലേസ്മെന്റ് തിയറി ഒന്നും നമ്മുടെ ഇടയിൽ ഇല്ല എന്ന് പറയത്തക്ക രീതിയിൽ നമ്മൾ അതുമായിട്ട് താതാത്മ്യപ്പെട്ടു പോയിരിക്കുന്നു. യഹൂദന് കൊടുത്തിരിക്കുന്ന പഴയ നിയമത്തിലെ ഉപദേശങ്ങളും പുതിയ നിയമത്തിൽ കൂടി ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്ത പദ്ധതികളും ഒക്കെ നമ്മുടേതാണെന്ന് നമ്മൾ ഇന്ന് അവകാശം പറയാനുള്ള കാരണം ഇത് എന്താണെന്ന് പോലും അറിയാത്ത രീതിയിൽ നമ്മുടെ ബ്ലഡിൽ കലർന്നിരിക്കുന്നത് കൊണ്ടാണ്. ആ ഒരു നിലയിൽ അത് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടക്കുവാനായിട്ടിടയായി. AD 1200-കളിൽ കത്തോലിക്ക സഭ ഈ വിശ്വാസത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി അതിന്റെ വാതായനങ്ങൾ തുറന്നിടുവാനായിട്ടിടയായി. അങ്ങനെ സ്ലോലി ഈ റീപ്ലേസ്മെന്റ് തിയോളജിയിലെ പല ഉപദേശങ്ങൾക്കും കത്തോലിക്ക സഭ വാതിൽ തുറന്നു കൊടുക്കുവാനായിട്ടിടയായി. ഇതിന്റെ ഭാഗമായിട്ടാണ് അനേകരെ കൊന്നൊടുക്കുവാനായിട്ട് ക്രൂസൈഡുകൾ, അനേകരെ കൊന്നൊടുക്കുവാനായിട്ട്, അനേക യഹൂദന്മാരെ കൊന്നൊടുക്കുവാനായിട്ടിടയായി തീർന്നത്. ഇങ്ങേയറ്റം ഹിറ്റ്ലർ വരെ 6 ലക്ഷത്തിലേറെ യഹൂദന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലടിച്ച് കൊന്നുകളയുവാനുള്ള അടിസ്ഥാനപരമായ കാരണങ്ങളിൽ ഒന്ന് ഈ റീപ്ലേസ്മെന്റ് തിയോളജിയുടെ ഇൻഫ്ലുവൻസ് ആണെന്ന് വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. പതിനായിരക്കണക്കിന് പേരെ ദൈവം പോലും വിട്ടുകളഞ്ഞ ജനം, ആ ദേശം ദൈവം തീക്കിരയാക്കി കുപ്പക്കുന്നാക്കി ദൈവത്താൽ ശപിക്കപ്പെട്ട ജനം എന്ന് വരുത്തി തീർത്തിരിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവം അവരെ വിട്ടുകളഞ്ഞു എന്നുള്ളത് ശരിയാണ്. പോൾ ഇവിടെ പറയുക, എന്നാൽ ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞോ? ഒരിക്കലുമില്ല. ദൈവം അവരെ വെട്ടി എന്നേക്കുമായിട്ട് ഉന്മൂലനാശം വരുത്തിയിട്ടില്ല. ദൈവം അവരെ കൂട്ടിച്ചേർക്കും. ദൈവത്തിന് അവരുടെ പിതാക്കന്മാരുമായിട്ടുള്ള ഉടമ്പടിയാണത്. അബ്രഹാമുമായിട്ട് ദൈവം ചെയ്തിരിക്കുന്ന ഉടമ്പടിയാണ്. പിതാക്കന്മാരോട് ദൈവം റീഇറ്ററേറ്റ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയാണ്. അത് ദൈവം വിട്ടുകളയത്തില്ല. ഞാനും ഇസ്രായേലിനല്ലയോ, എനിക്കും ഈ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടുവാൻ ദൈവം അതിനുവേണ്ടി മുഖാന്തരങ്ങൾ ഒരുക്കി തന്നിരിക്കുന്നു എന്ന് പറയുക. എന്നാൽ ഇവിടെ അതിനിടയിൽ ഒരു കാലഘട്ടം, ഒരു ദൈവിക ഉദ്ദേശങ്ങൾ ഇവിടെ നിറവേറേണ്ടതായിട്ടുണ്ട്, ദൈവിക പദ്ധതികൾ നിറവേറേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ 25-ാമത്തെ വാക്യം, 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം പറയുക, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു മിസ്റ്ററിയാണ്. ഇത് ഇതുവരെ വെളിപ്പെടുത്തിയിരുന്ന ഒരു കാര്യമല്ല. അന്ന് വരെ പോളിന് മുമ്പ് ഇത് ഒരു മനുഷ്യർക്കും അറിയത്തില്ല. ഒരുത്തരും ഇത് ഒരു ബുക്കിലും പറഞ്ഞിട്ടില്ല, അവരെ പഠിപ്പിച്ചിട്ടില്ല. ഇതൊരു മിസ്റ്ററി റെവലേഷൻ ആണ്. പോൾ പറയാണ്, ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ദൈവം ഇസ്രായേലിനെ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ഒരു കാലഘട്ടം സ്വർഗത്തിൽ മറഞ്ഞിരുന്നതായ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഇവിടെ ആരംഭിച്ചിരിക്കുക. ആ കാലഘട്ടത്തിലും യഹൂദന് രക്ഷിക്കപ്പെടാനുള്ള വകുപ്പുണ്ട്. അവൻ ഈ വിശ്വാസത്തിലേക്ക് വരണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ യഹൂദൻ എത്ര വലിയ ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് വലിയ മഹാപുരോഹിതനാണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് രക്ഷിക്കപ്പെടാനുള്ള സ്കോപ്പ് ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിൽ വരണം. ഈ കാൽവറി ക്രൂശിന്റെ ചുവട്ടിൽ വരണം. ഈ കാൽവറിയിലെ വിശ്വാസത്തിൽ കൂടി മാത്രമാണ് ഇന്ന് അവർക്ക് രക്ഷ. അവർക്ക് എത്ര വലിയ റബ്ബി ഉണ്ടെങ്കിലും, എത്ര വലിയ ചുമന്ന പശുക്കൾ ഉണ്ടെന്ന് പറഞ്ഞാലും, ഏത് പശുവിനെ യാഗം കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഈ കാലഘട്ടത്തിൽ കർത്താവിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അവർ ഒരുത്തര് പോലും ക്രൂശിൽ വരാതെ രക്ഷിക്കപ്പെടത്തില്ല. ഇന്ന് രക്ഷിക്കപ്പെടാനുള്ള ഒരേ ഒരു മാർഗം കർത്താവിന്റെ ക്രൂശ. അത് യഹൂദനെന്നില്ല, യവനെന്നില്ല, ജാതി എന്നില്ല, ആർക്കും, എല്ലാവർക്കും ഈ ഒരേ ഒരു രക്ഷാമാർഗമേ ഉള്ളൂ. എന്നാൽ ഈ ഒരു കാലഘട്ടം കഴിയും. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേൽ അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. ഇതൊരു സർട്ടൻ ടൈം പീരീഡിനെ കാണിക്കുക. അവിടെ ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേർന്ന് കഴിയുമ്പോൾ ഈ കാലഘട്ടം അവസാനിക്കും. ഈ പദ്ധതിക്ക് തിരശീല വീഴും. അന്ന് റാപ്ചർ നടക്കും. ഇവിടെ നിന്ന് ജനം ചേർക്കപ്പെടും. ദൈവജനം ഇവിടുന്ന് മാറ്റപ്പെടും. അതിനെന്താ തടസ്സമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരണം.
അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അറിയത്തില്ല. അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു സംഗതിയാണ്. ആ സംഖ്യ ഒരുത്തരോടും വെളിപ്പെടുത്തിയിട്ടില്ല, ഒരുത്തർക്കും അറിയത്തില്ല. ചിലപ്പം ഒരെണ്ണം കൂടെ ആയിരിക്കും, ഒരാൾ കൂടി ആയിരിക്കും ഇനി ചേരാനുള്ളത്. അത് ചേർന്ന് കഴിയുമ്പോൾ ആ പദ്ധതി കൃപായുഗത്തിന് തിരശീല വീഴും, അതിന്റെ വാതിൽ അടയും, അന്ന് റാപ്ചർ നടക്കും. അതൊരു പക്ഷെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ ഇന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ ഇന്ന് കർത്താവിന്റെ വരവാകുവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. ആ ഒരു കാലഘട്ടം കഴിയുമ്പോൾ, ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേർന്ന് കഴിയുമ്പോൾ, അതുവരെ ഇസ്രായേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുക. എന്നാൽ അടുത്ത വാക്യം കണ്ടോ, ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. അതിനുശേഷം ദൈവം അവരെ രക്ഷിക്കപ്പെടുന്ന കാലഘട്ടം ആരംഭിക്കും. ഇതിനെയാണ് റിസ്റ്റോറേഷൻ ഓഫ് ജൂ എന്ന് പറയുന്നത്. അവരെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, ദൈവം സിയോനിൽ നിന്ന് വരും, അവരുടെ ഇടയിലേക്ക് വരും. ദൈവം അവരുടെ ഇടയിൽ മോശയെ അയക്കും, ഏലിയാവിനെ അയക്കും, 1,44,000 പേരെ അയക്കും. ദൂതന്മാർ ആകാശത്തിൽ കൂടെ പറന്നുകൊണ്ട് നടന്നവരോട് സുവിശേഷം പറയും. അവരോട് ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ്. അതിനുവേണ്ടി ദൈവം പല രീതിയിൽ കൂടി അവരോട് സുവിശേഷം അറിയിക്കും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. യാക്കോബ് എന്ന് പറയുന്ന ഇസ്രായേല, അവരിൽ നിന്ന് ദൈവം ആ അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ദൈവം അവരുടെ പാപം നീക്കും. ദൈവം ആസ് എ നേഷൻ, എന്താ പറയുക, ഇസ്രായേൽ ആസ് എ നേഷൻ ദൈവം അവരുടെ പാപം നീക്കും. അതിനെയാണ് മഹാപാപ പരിഹാര ദിനം എന്ന് പറഞ്ഞ് അവര് യോങ്കിപ്പോർ എന്ന് പറയുന്ന പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഒരു നാളും നടക്കാൻ പോകുന്നതിന്റെ നിഴലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം ദൈവം അവരോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്ത പദ്ധതികളുടെ ഭാഗമാണ്. ഇവിടെ നമ്മൾ ഈ ചിന്തിച്ചു വരുന്നതിൽ 3 അധ്യായങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇസ്രായേലിനെ കുറിച്ചും യഹൂദിനെ കുറിച്ചും ചുറ്റിപ്പറ്റിയുള്ള പല സംശയങ്ങൾക്കും നിവാരണം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ഈ വിഷയത്തിനോടുള്ള ബന്ധത്തിൽ കുറഞ്ഞത് ഒരു 5 കാര്യങ്ങൾ ഈ 3 അധ്യായം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം, നമുക്ക് മനസ്സിലാക്കണം. അത് മാത്രമാണ് ഇതിൽ നിന്നുള്ള ടേക്ക് അവേ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, യഹൂദൻ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണോ എന്നുള്ളൊരു ചോദ്യത്തിന് നമുക്ക് വ്യക്തമായ ആൻസർ ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ദൈവം തെരഞ്ഞെടുത്ത ജനമാണ് യഹൂദ ജനം. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് യഹൂദൻ. അങ്ങനെയാണെങ്കിൽ അവരെ രക്ഷിക്കാനുള്ള ദൈവിക പദ്ധതി എന്താണ് എന്ന് നമ്മൾ അറിയണം. ദൈവം അവർക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൈവിക പദ്ധതിയാണ് സ്വർഗരാജ്യം എന്നുള്ളത്. അതായത് സ്വർഗം ഭൂമിയിലാകുന്ന ഒരു സ്വർഗീയ അനുഭവമാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. അത് ദൈവം അബ്രഹാമിൽ കൂടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്, അത് ദൈവം ശില്പിയായി നിർമ്മിച്ചിരിക്കുന്നത്. അതിനെ കണ്ടുകൊണ്ടാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലൊക്കെ പറയുന്നത്, അബ്രഹാം വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ആ നഗരത്തിനു വേണ്ടി കാത്തിരുന്നു. ലോകത്തിലല്ല, ഇവിടെ അല്ല നമ്മുടെ നിത്യ അനുഗ്രഹം. നമ്മൾ ഇവിടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ആ ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള ഭവനത്തിനു വേണ്ടി അവർ കാത്തിരുന്നു. എന്നാൽ അവരുടെ കാലഘട്ടത്തിൽ അത് നിറവേറിയില്ല. അവരുടെ സന്തതി പരമ്പരയ്ക്ക് ദൈവം അത് കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. അതാണ് ആ സ്വർഗരാജ്യത്തിലേക്ക് അവർ കടക്കും. ഇതാണ് കർത്താവ് യേശു ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി ഭവനം ഒരുക്കി കഴിഞ്ഞാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. കർത്താവ് ഒരുക്കുന്ന ഭവനത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ ഭവനമാണ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലും അവരെ കാണിക്കുന്നത്. അതായത് മണവാട്ടിയെ പോലെ അലങ്കരിച്ച ഒരു സ്വർഗീയ ഭവനം, അത് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട്, പുതുവാന ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അതിന് 12 ഗോപുരങ്ങളും 12 മതിലുകളും 12 സിറ്റികളും ഒക്കെ ആയിട്ട്, 12 അപ്പോസ്തലന്മാരുടെ പേര് കൊത്തിയ 12 ഗോപുരങ്ങളും ഒക്കെ ആയിട്ട്, ഏകദേശം 2200 കിലോമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള സമചതുരമായ ഹോളി ഓഫ് ഹോളീസ് മാതിരി അതിപരിശുദ്ധമായ ആ സ്വർഗീയ ഭവനം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഇത് യഹൂദന്റെ പദ്ധതിയാണ്. ഇതാണ് 12 മതിലുകളും 12 ഗോപുരവും ഒക്കെ ആ 12 ഗോത്രങ്ങൾക്ക് സമമാണ്. അവരതിൽ നിത്യം വാഴുന്ന സ്വർഗീയ പദ്ധതിയാണ്. അതാണ് ദൈവം വിളിച്ചു വേർതിരിക്കുന്ന ദൈവജനമായ യഹൂദന്റെ പദ്ധതി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ആർക്കും ഇതുവരെയും വേറെ സംശയങ്ങളൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഹൂദൻ കർത്താവിനെ ക്രൂശിച്ചതോടെ ദൈവം അവരെ കൈവിട്ടോ? കർത്താവ് കാൽവറിയിലെ യാഗമാകുമ്പോൾ ആ കാൽവറി ക്രൂശുമായിട്ട് ഗത്സമനയിലേക്ക് നടക്കുമ്പോൾ ദൈവം ആ പോകുന്ന വഴിയിൽ വെച്ച്
സൂസന്നയോടും മറിയോടുമൊക്കെ നിന്ന് കരയുന്ന ആ സ്ത്രീകളെ കാണുമ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരെ ചൊല്ലി കരയുന്നു? എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ എന്ന് പറയുന്ന രംഗമൊക്കെ നമുക്കറിയാം. അതിന്റെയൊക്കെ അർത്ഥം ദൈവം അവരെ അന്ന് കൈവിട്ട് കളഞ്ഞോ എന്നൊരു ചോദ്യമാണ്. കർത്താവിനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ യഹൂദനെ ദൈവം കൈവിട്ട് കളഞ്ഞോ? ഇന്ന് ക്രിസ്ത്യാനിയിൽ ഒരു നല്ല ശതമാനം വിശ്വസിച്ചിരിക്കുന്നത് അതെ, അങ്ങനെ കൈവിട്ട് കളഞ്ഞു എന്നാണ്. എന്നാൽ ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. തിരുവചനം അത് അനുശാസിക്കുന്നില്ല. തിരുവചനം വീണ്ടും വീണ്ടും അത് ഉറപ്പിച്ചു പറയുന്നത് ദൈവം അവരെ കൈവിട്ടിട്ടില്ല. കർത്താവ് അവിടെ വെച്ച് തന്നെ, ക്രൂശിൽ വെച്ച് തന്നെ പിതാവായ ദൈവത്തോട് കർത്താവ് പ്രാർത്ഥിക്കുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. അവരോട് ദൈവം പരിപൂർണമായിട്ട് ക്ഷമിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു. മഹാപുരോഹിതനും യഹൂദ വൃന്ദവും എല്ലാം ചേർന്നിട്ടാണ് പീലാത്തോസിനോട് കർത്താവിനെ ക്രൂശിക്കാനായിട്ട് അപേക്ഷിക്കുന്നതെല്ലാം ശരിയാ. എന്നാൽ ദൈവം ആ പാപമോ ആ കുറ്റമോ അവരുടെ മേൽ ചുമത്തിയില്ല. അവരുടെ മേൽ അവരോടുള്ള ഒരു എന്താ പറയുന്ന ഒരു ഗ്രഡ്ജോ ഒരു വാശിയോ ഒന്നും ആ വിഷയത്തിൽ ഇല്ല. ദൈവം അവരോട് ക്ഷമിച്ചു. ചെയ്തത് അന്യായമാണ്, മഹാ തെറ്റാണെങ്കിലും ദൈവം അവരോട് ക്ഷമിച്ചു. എന്നാൽ ഇന്നൊരു നല്ല ശതമാനം ക്രിസ്ത്യാനിയും വിശ്വസിച്ചിരിക്കുന്നത് ഇസ്രായേൽ ജനം യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു കൊന്നതുകൊണ്ട് ദൈവം അവരെ വിട്ടുകളഞ്ഞു എന്ന്. ഒരിക്കലുമല്ല. ദൈവം അങ്ങനെ വിട്ടുകളഞ്ഞിട്ടില്ല. ദൈവം അതിനുശേഷവും, കർത്താവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിന് ശേഷവും കറക്റ്റ് 50-ാം നാൾ, പെന്തക്കോസ്ത് നാൾ, പരിശുദ്ധ ആത്മാവിനെ അവരുടെ മേൽ അയക്കുക. വാഗ്ദത്തം ചെയ്തതിന് പ്രകാരം അവരുടെ മേൽ, വിട്ടുകളഞ്ഞ ജനത്തിന്റെ മേൽ പിന്നെ പരിശുദ്ധാത്മാവിനെ അയച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ദൈവം പിന്നെ അവരെ തിരഞ്ഞെടുക്കുന്നതും അവരെ വീണ്ടും ഈ വഴിയിലേക്ക് നടത്തുന്നതും? കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റതിനു ശേഷം അവർക്ക് ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുക. പോയി അവരെ മുഴുവനും ഈ സത്യം അറിയിക്കാനായിട്ട് പുറപ്പെട്ട്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളോടും ഈ സുവിശേഷം അറിയിപ്പീൻ. ആ സകല ദേശത്തും പോയിരിക്കുന്ന യഹൂദനെ ഈ സദ്വർത്തമാനം അറിയിക്കാനായിട്ട് പറയുക. 50-ാം നാൾ കറക്റ്റ് പരിശുദ്ധാത്മാവ് വരിക. പത്രോസ് അപ്പോസ്തലൻ വന്നു ചേർന്ന ജനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് അവരോട് പറയുക, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടേണ്ടതിന്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. കാര്യം നിങ്ങൾ യേശു ക്രിസ്തുവിനെ കൊന്ന് ക്രൂശിൽ തറച്ചിരിക്കുക. അവന്റെ നാമത്തിൽ കൺഫസ് ചെയ്ത് നിങ്ങൾ സ്നാനമേൽക്കുവാൻ പറയുക, മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ. ദൈവം അവരുടെ ഒരു രക്ഷാ പദ്ധതി നിർത്തി കളഞ്ഞിട്ടില്ല. അവരെ അനുഗ്രഹിക്കുവാനായിട്ട്, അതായത് പിതാവായ ദൈവത്തിനോട് പുത്രൻ ചോദിക്കുന്നത് പോലെ 1 വർഷം കൂടെ ദൈവം അവർക്ക് അനുവദിച്ചു കൊടുക്കുക. പരിശുദ്ധ ആത്മാവിനെ അയച്ച് വളവും വെള്ളവും ഒഴിച്ച് ആ അത്തിയിൽ ഫലം കായ്ക്കുന്നുണ്ടോ നോക്കാൻ 1 വർഷം കൂടെ അനുവദിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിന്റെ 19, 20, 21 വാക്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അവിടെ പത്രോസ് അപ്പോസ്തലൻ അടുത്ത ഒരു ചാൻസ് അവർക്ക് കൊടുക്കുക. ആദ്യത്തെ ചാൻസ് അവരോട് പബ്ലിക്കിൽ നിന്ന് പ്രസംഗിക്കുക, നിങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെടാൻ ഇതാ മാർഗം, നിങ്ങൾക്ക് എല്ലാവർക്കും രക്ഷയുണ്ട്. എന്നാൽ അടുത്ത ദിവസം കണ്ടില്ലയോ, പള്ളിമുറ്റത്ത് നിന്നുകൊണ്ട് അവരോട് പറയുക, യെരുശലേം ദേവാലയത്തിന്റെ പള്ളിമുറ്റത്ത് നിന്നുകൊണ്ട് അവരോട് പറയുന്ന ഭാഗം അത്. ഞാനതൊന്നൊന്ന് പ്രൊജക്ട് ചെയ്യാം, നിങ്ങളെ ആ ഒരു ലൈനിലൊന്ന് പെട്ടെന്ന് കൊണ്ടുവരണമല്ലോ. 3-ാമത്തെ അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം കണ്ടോ? അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 18-ാം വാക്യം അവിടെ കണ്ടോ? ദൈവമോ തന്റെ 17 മുതൽ വായിക്കാം. 17, സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു. അത് നിങ്ങളുടെ പിതാക്കന്മാര് ചെയ്തതും ഇത് തന്നെയായിരുന്നു. നിങ്ങളും അങ്ങനെ അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു. ഇവിടെ ഒരു ലൂപ്പ് ഹോൾ പറഞ്ഞു കൊടുക്കുക, ഒരു ടെക്നിക്കൽ ലൂപ്പ് ഹോൾ പറയുക. നിങ്ങൾക്ക് അറിയായ്മയിൽ ചെയ്തു പോയത് ആ ദൈവം നിങ്ങളോട് ക്ഷമിക്കും. അടുത്ത വാക്യം, ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. കർത്താവ് മരിക്കണമായിരുന്നു, അത് നിങ്ങളിൽ കൂടെ നിവർത്തിയായി, ഫൈൻ, അത് ഓക്കെ, കഴിഞ്ഞു. എന്നാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാനുള്ള വഴിയുണ്ട്. അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിന്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഇന്നും ഇന്നലെ നിയമിച്ചതല്ല, നീതിയോടെ ഒരു രാജാവ് നിങ്ങളെ നിത്യം വാഴും. അങ്ങനെ ഒരു രാജാവ് ഈ 1000 ആണ്ട് ഈ ലോകത്തെ വാഴാൻ പോവുക. അങ്ങനെ നിയമിച്ചിരിക്കുന്ന കർത്താവ് 2ാമത് രാജാതി രാജാവായിട്ട് വരാൻ പോവുക. ആ കർത്താവ് നമ്മുടെ നടുവിലേക്ക് വരും. നമ്മുടെ നടുവിലേക്ക് ആശ്വാസകാലങ്ങൾ വരാൻ പോവുക. നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കാൻ പോവുകയാണ്. അതിന് മുൻപായിട്ട് മാനസാന്തരപ്പെടാൻ പറയുക. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. നിങ്ങൾ ഒന്നും ചെയ്തിരിക്കുന്നത് സാധാരണ കാര്യമല്ല.
നമ്മുടെ മശിഹ ആയിരക്കണക്കിന് വർഷമായിട്ട് നമ്മുടെ പിതാക്കന്മാർ തലതല്ലി പ്രാർത്ഥിച്ച് കാത്തിരുന്ന മശിഹയാണ് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കൊന്ന് ക്രൂശിൽ തറച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പാപങ്ങൾ മാഞ്ഞു കെട്ടുവാനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് മടങ്ങി വരാൻ പറയുക. ഇതൊന്നും ദൈവം അവരെ വിട്ടുകളഞ്ഞതിന് ശേഷം നടക്കുന്ന കാര്യമല്ല. കാൽവറിയിലൊന്നും കർത്താവ് അവരെ വിട്ടുകളഞ്ഞിട്ടില്ല. യഹൂദനെ ദൈവം 1 വർഷം കൂടെ അവർക്ക് അവസരം കൊടുക്കുക. ആ അത്തിമരത്തിൽ ഫലം കായ്ക്കുമോ? അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ മുതൽ 1-ാം അധ്യായത്തിൽ പറയാ, നിങ്ങൾ എങ്ങും പോകരുത്, യെരൂശലേമിൽ തന്നെ പാർപ്പീൻ, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കും, ശക്തി ലഭിച്ചതിന് ശേഷം നിങ്ങൾ ലോകവും പാടും പോയി ഉലകവും പാടും പോയി എന്റെ സാക്ഷികളാകുവീൻ. 2-ാമത്തെ അധ്യായത്തിൽ ആ ശക്തി ലഭിക്കുക, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരിക, അന്യഭാഷകൾ സംസാരിക്കുക, ഈ മലയോട് ഇവിടുന്ന് ചാടിപ്പോകാൻ പറഞ്ഞാൽ അത് ചാടിപ്പോകും, അതുപോലുള്ള അധികാരം ലഭിക്കുക. 3-ാമത്തെ അധ്യായത്തിൽ ഒരു പ്രസംഗത്തിൽ പത്രോസ് പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽ 5000 പേര് രക്ഷിക്കപ്പെടുക. പള്ളിമുറ്റത്ത് നിന്നുകൊണ്ട് ശലോമോന്റെ മണ്ഡപം എന്ന് പറയുന്ന പള്ളിമുറ്റത്ത് നിന്നുകൊണ്ട് യെരൂശലേം ദേവാലയത്തിന്റെ ഒരു സൈഡാണ് പോർട്ടിക്കോ ഓഫ് സോളമൻ, അവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുക. 4-ാമത്തെ അധ്യായത്തിലും 5-ാമത്തെ അധ്യായത്തിലും എല്ലാം നടക്കുന്നത് ഇത് തന്നെയാണ്. ദൈവം അവരെ കൈവിടുന്നത് 7-ാമത്തെ അധ്യായത്തിൽ സ്തേഫാനോസിനെ എറിഞ്ഞു കൊന്നുകൊണ്ട്, പരിശുദ്ധാത്മ പൂർണ്ണനായി നിൽക്കുന്ന സ്തേഫാനോസിനെ എറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുമ്പോഴാണ് ദൈവം അവരെ കൈവിടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ 2-ാമത്തെ ചോദ്യം ഇതായിരുന്നു, യഹൂദൻ കർത്താവിനെ ക്രൂശിച്ചെന്ന് അവരെ ദൈവം യഹൂദനെ കൈവിട്ട് കളഞ്ഞോ? കർത്താവ് കാൽവറിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്ന് നിവർത്തിയായോ എന്ന് ചോദിക്കുക. അന്ന് ദൈവം അവരെ കൈവിട്ടില്ല. ദൈവം കൈവിടുന്നത് പരിശുദ്ധാത്മാവിനെതിരെ അവർ ദൂഷണം പറയുമ്പോഴാണ്. 3-ാമതായിട്ട് ഇന്നത്തെ ക്രിസ്തീയ സഭ, ഇന്ന് നമ്മൾ കാണുന്ന ഈ ക്രിസ്തീയ സഭ ആത്മീക ഇസ്രായേലാണോ? നമ്മൾ ആത്മീകമായിട്ട് ഇസ്രായേലായിട്ട് മാറിയോ? ക്രിസ്തീയ സഭയ്ക്ക് ദൈവം ഇസ്രായേലിന് കൊടുത്തിരുന്ന വാഗ്ദത്തങ്ങളൊക്കെ നമുക്ക് ലഭിച്ചോ? ശരിക്കും അങ്ങനെ ഒരു റീപ്ലേസ്മെന്റ് നടന്നിട്ടുണ്ടോ? ഇന്ന് ഒരു ക്രിസ്ത്യാനിക്ക് അത് ഉൾക്കൊള്ളുവാനോ വിശ്വസിക്കുവാനോ കഴിയാത്ത നിലയിൽ ഈ ഒരു തെറ്റായ വിശ്വാസം നമ്മുടെ ബ്ലഡിൽ കലർന്നിരിക്കുക. ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി യഹൂദന്റെ വാഗ്ദത്തം മുഴുവനും നമ്മുടേതാണെന്ന് അവകാശപ്പെടുന്നത്? നമ്മിൽ ആരോടാണ് ഈ വാഗ്ദത്തങ്ങൾ ദൈവം പറഞ്ഞിരിക്കുന്നത്? ഒരുത്തരോടും പറഞ്ഞിട്ടില്ല. ദൈവം യഹൂദന് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തവും അവരുടെ പദ്ധതിയുമാണ്. ദൈവം അവരെ വിട്ടുകളഞ്ഞുവരുന്നു എന്നുള്ളത് വാസ്തവം. പക്ഷെ ദൈവം അവരെ കൂട്ടിച്ചേർക്കും, അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവവും അവരുമായിട്ടുള്ള ഇടപാടാത്. ഇതിനിടയിൽ ഒരു കാലഘട്ടം തുറന്നു. ഈ കാലഘട്ടത്തിൽ കാൽവറി ക്രൂശിലെ രക്ഷാ പദ്ധതിയിൽ കൂടെ നമ്മൾ രക്ഷിക്കപ്പെട്ടു. ആ സത്യം നമ്മൾ അറിയാതിരിക്കാൻ യഹൂദന്റെ ആ പദ്ധതി നമുക്ക് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു റീപ്ലേസ്മെന്റ് ഇവിടെ മെനഞ്ഞെടുത്തിരിക്കുക. ഈ സംഗതി വന്നിരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ക്രിസ്തൻഡം ഇത്രമാത്രം കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നത്. നമ്മൾ ഒരു യഹൂദന്റെയും പിന്തുടർച്ചയല്ല. യഹൂദിയയിൽ നിന്ന് നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ അവരുടെ യാതൊരു ശേഷിപ്പുമല്ല. അവിടുന്ന് നമുക്ക് ഒരു രക്ഷയും യഹൂദിയയിൽ നിന്ന് വന്നിട്ട്, ഇത് സ്വർഗത്തിൽ മറിഞ്ഞിരുന്ന സ്വർഗീയ പദ്ധതി ദൈവം വെളിപ്പെടുത്തുക. പോളിനെ വിളിക്കുന്നത് തന്നെ, ഇത് വെളിപ്പെടുത്താനായിട്ട് പോളിനെ വിളിക്കുന്നത് തന്നെ ദമസ്കോസിൽ വെച്ച, സിറിയയിൽ വെച്ച. യെരൂശലേമിൽ നിന്നും പോൾ പോകുമ്പോൾ പോളിന് ദൈവത്തിന് അറിയാം പോൾ യെരൂശലേമിൽ നിന്ന് പോകുമ്പോൾ. എന്നാൽ ഇസ്രായേലിന്റെ മണ്ണ് കടന്ന് ആ ഒരു ജാതീയ മണ്ണിൽ കയറി ദമസ്കോസിൽ കയറിയതിനു ശേഷമാണ് ദൈവം പോളിനെ പിടിക്കുന്നത് തന്നെ. അവിടെ മുതൽ ഈ കാര്യങ്ങൾ ആരംഭിക്കുക. അന്ന് മുതൽ യെരൂശലേമിലോ യഹൂദിയിലോ ഒന്നും നടന്നിട്ടില്ല. എല്ലാം നടന്നത് മുഴുവനും ഇതിന്റെ വെളി നാടുകളിലാണ്. ഈ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മുടെ അടിസ്ഥാന ഉപദേശം പറഞ്ഞിരിക്കുന്നത് റോമാ ലേഖനമാണ്. അത് കഴിഞ്ഞാൽ കൊരിന്തില, അത് ഗ്രീസില. അതൊന്നും യെരൂശലേമുമായിട്ടൊരു ബന്ധമുള്ളതല്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഗലാത്തിയയും എഫേസിയയും കൊലോസിയും ഒക്കെ ടർക്കിയില. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊന്നും യഹൂദന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയതല്ല. നമ്മുടെ പദ്ധതി ക്രിസ്തീയ പദ്ധതിയാണ്. അത് രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം പോലെ യഹൂദ മാർഗവും ക്രിസ്തീയ മാർഗവും രണ്ട് മാർഗമാണ്. നാം സ്വർഗത്തിലേക്ക് പോകുന്ന മാർഗവും അവർക്ക് സ്വർഗം ഭൂമിയിലേക്ക് വരുന്ന മാർഗവുമാണ്. അതിനെ കൂട്ടിക്കലർത്തി കഴിഞ്ഞാൽ നമ്മൾ എങ്ങും എത്തിച്ചേരത്തില്ല. ഇതിനെയാണ് റൈറ്റ്ലി ഡിവൈഡ് എന്ന് പറയുന്നത്. നമുക്കിന്ന് മനസ്സിലാക്കുവാൻ ഇത് മനസ്സില്ല. കാര്യം നമ്മുടെ പിതാക്കന്മാർ മുതലേ 12,000 വർഷമായിട്ട് നമ്മുടെ ബ്ലഡിൽ ഇൻജക്ട് ചെയ്ത് കയറ്റിയിരിക്കുന്ന ഒരു ദുരുപദേശമാണ്. ഇതിന്ന് തിരിച്ചു പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമ്മളെ ദുരുപദേശി എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സത്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ അവരുടെ ഹൃദയവും അവരുടെ കണ്ണുകളോ തുറക്കത്തില്ല. 4-മതായിട്ട്, യഹൂദൻ ദൈവം തെരഞ്ഞെടുത്ത ജനം. അങ്ങനെയാണെങ്കിൽ അവർക്ക് സ്വർഗരാജ്യ പ്രവേശനം ഈസി ആയിട്ട് ലഭിക്കുമോ? ദൈവം തെരഞ്ഞെടുത്ത ജനമല്ലേ, ദൈവത്തിന്റെ ജനമല്ലേ, അവർക്ക് ബൈ ഡിഫോൾട്ട് സ്വർഗരാജ്യം ലഭിക്കുമോ? അതോ അവർക്കും രക്ഷയ്ക്ക് വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടോ? ഈ വിഷയമൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കുറെ കൂടെ ചിന്തിക്കും, കുറെ കൂടെ പഠിക്കും. ഈ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടുന്ന ഒരു യഹൂദനും ഒരു കാര്യവും ചെയ്യാനില്ല. ഒരു യാഗവും കഴിക്കേണ്ട,
ഒരു 10 കൽപ്പന പ്രമാണിക്കുന്നതിലും അല്ല ഈ കാലഘട്ടത്തിലെ രക്ഷ. കൃപയാൽ വിശ്വാസം മൂലം കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലൂടെ ഒഴുകിയിരിക്കുന്ന ആ തങ്ക നിണത്തിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അത് യഹൂദനെന്നുമില്ല, യവനനെന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ രക്ഷിക്കപ്പെടുവാനുള്ള കാലഘട്ടമായത്. ഈ കാലഘട്ടം കഴിയുമ്പോൾ യഹൂദനെ രക്ഷിക്കുന്ന കാലം ആരംഭിക്കും. അന്ന് ഈ കൃപായുഗത്തിന് തിരശീല വീഴും. അന്ന് യഹൂദനെ ദൈവം രക്ഷിക്കുന്ന പദ്ധതി ആരംഭിക്കും. അന്ന് ഈ പറഞ്ഞതുപോലുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അന്നും അവരുടെ രക്ഷ കാൽവറി ക്രൂശിലൂടെയാണ്. ഉലകം ആരംഭിച്ച ആദം മുതൽ വെള്ള സിംഹാസനം വരെയുള്ള എല്ലാ മനുഷ്യന്റെ രക്ഷ കാൽവറി ക്രൂശിലൂടെ. അതിന് രണ്ടെന്നൊരു പക്ഷമില്ല, വേറെ ഒരു കാര്യത്തിലും രക്ഷയില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ അത് അറിയാതിരുന്നിടത്തോളം കാലം ദൈവം പല കൽപ്പനകളും പ്രമാണങ്ങളും ആട്ടുകൊറ്റനെയും കാളക്കിടാവിനെയും ഒക്കെ യാഗം കഴിക്കാനായിട്ട് കൊടുത്തിരുന്നു എന്നുള്ളത് ശരിയാ. കാര്യം അത് കാൽവറി എന്താണെന്ന് അവർക്ക് വെളിപ്പെട്ടിരുന്നില്ല, അതിന്റെ മഹത്വം എന്താണെന്ന് അവരെ അറിഞ്ഞിരുന്നില്ല. ഈ കാലഘട്ടത്തിൽ നമുക്കത് അറിയാം, അതുകൊണ്ട് നമുക്കതിലെ വിശ്വാസത്താൽ രക്ഷയാ. എന്നാൽ നാം ഇവിടുന്ന് പോയതിനു ശേഷം യഹൂദന് കൊടുത്തിരിക്കുന്ന വാഗ്ദത്ത പദ്ധതിയുണ്ട്. ആ കാലഘട്ടത്തിലും കാൽവറിയിലൂടെ തന്നെയാണ് രക്ഷയെങ്കിലും അവർ യേശു ക്രിസ്തുവിലൂടെ ഞാൻ രക്ഷ പ്രാപിച്ചിരിക്കുന്നുവെന്ന് ജനത്തെ ധരിപ്പിക്കും ജനത്തിന്റെ മുന്നിൽ സാക്ഷ്യം പറയേണ്ടതിന് അവർക്ക് കൊടുത്തിരിക്കുന്ന ഈ മാനസാന്തരവും ജലസ്നാനവും ഒക്കെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അതാണ് ജനത്തെ കാണിക്കേണ്ടതിനായിട്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ യേശു ക്രിസ്തുവിന്റെ സാക്ഷി എന്ന അഭിമാനത്തോടെ പ്രൊക്ലെയിം ചെയ്യേണ്ടതിനായിട്ട് അവർക്ക് സ്നാനം കഴിക്കേണ്ടതായിട്ടുള്ള ആവശ്യം ആ കാലഘട്ടത്തിൽ ഉണ്ടാകും. അതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇന്ന് സ്നാനപ്പെടുന്നത് ജഡത്തിന്റെ ശരീരത്തിന്റെ അഴുക്ക് കളയുവാൻ വേണ്ടിയിട്ടല്ല, അവരെ പ്രൊക്ലെയിം ചെയ്യുവാനായിട്ട്. അതായത് എന്താ പറയുന്നത്, ആ എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത്, അവരുടെ ആ വിശ്വാസം പ്രകടിപ്പിക്കുവാനായിട്ട് അവർ സ്നാനപ്പെടേണ്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അത് വീണ്ടും മടങ്ങി വരും. ഈ കാലഘട്ടം, ഈ കൃപായുഗം കഴിഞ്ഞു കഴിയുമ്പോൾ. പക്ഷെ അതിന്റെ പർപ്പസ് ഇതാണ്, മറ്റുള്ളവരെ കാണിക്കുവാൻ. കാര്യം അന്ന് യഹൂദന്മാർ 3 പേരെ എടുത്താൽ ഒരാളെ രക്ഷിക്കപ്പെടത്തുള്ളൂ, 2 പേര് പട്ടുപോകും. സക്കറിയ പ്രവാചകൻ പറയുന്നത് പോലെ ആ കാലഘട്ടത്തിൽ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 66 പേരും തിരിഞ്ഞു പോകും, 33 പേര് രക്ഷിക്കപ്പെടും, 1/3. സക്കറിയ പ്രവചനം 13-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഞാനൊന്ന് പെട്ടെന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇത് കണ്ടില്ലയോ? സക്കറിയ പ്രവചനം 13-ാമത്തെ 8-ാം വാക്യം. എന്നാൽ സർവ്വദേശത്തിലും അവർ ഉലകം മുഴുവനും ചിതറിപ്പാർക്കുക. അതുകൊണ്ട് ആ സർവ്വദേശത്തിലും 2/3 ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും, 2/3 ഛേദിക്കപ്പെടും, മരിച്ചു പോകും, ഇവിടെ പട്ടുപോകും, 1/3 ശേഷിച്ചിരിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. അവരോട് പറയുന്നത് 1/3 അവർ രക്ഷിക്കപ്പെടും. അടുത്ത വാക്യം, 1/3 ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതി കഴിക്കുന്ന പോലെ അവരെ ഊതി കഴിക്കും. ഇതാണ് ആ 7 വർഷത്തെ ശോധനയിൽ കൂടി അവർ കടന്നു പോകും. സാത്താൻ അവർക്ക് എതിരായിരിക്കും. അവരെ എത്രമാത്രം ഉപദ്രവിക്കാമോ ആ രീതിയിലെല്ലാം ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. ആ ഊതി കഴിക്കുന്ന പൊന്നു പോലെ അവരെ ഞാൻ ഊതി കഴിക്കും. ആ സമയത്ത് അവർ പിടിച്ചു നിൽക്കണം. അതാണ് അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത്. പൊന്ന് ശോധന കഴിക്കുന്ന പോലെ അവരെ ശോധന കഴിക്കും. അവർ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരം അരുളുകയും ചെയ്യും. അവർ എൻ്റെ ജനമെന്ന് ഞാൻ പറയും, യഹോവ എൻ്റെ ദൈവമെന്ന് അവരും പറയും. അവരിൽ നിന്ന് കടഞ്ഞെടുത്ത 1/3 രക്ഷിക്കപ്പെടും. അതാണ് അവരോടുള്ള ബന്ധത്തിലുള്ള രക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. ഈ 5 വിഷയങ്ങളും നിങ്ങൾ ഈ വിഷയത്തിൽ അറിഞ്ഞിരിക്കണം. ഇതിൽ നിങ്ങൾക്ക് ഒരു സംശയം ബാക്കി നിൽക്കുവാൻ പാടില്ല. അതുപോലെ ഈ കാര്യം ക്ലിയർ ആയിരിക്കണം. കാര്യം അവർ ദൈവജനമാണ്. ഒരു വാക്യം കൂടെ കാണിച്ചോട്ടെ. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യം. അവിടെ പറയുക, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഇതൊന്നും പൊളിറ്റീഷ്യന്മാർ പറഞ്ഞ കാര്യമല്ല. കുറച്ചു നാൾ കഴിയുമ്പോഴത്തേനും മാറിപ്പോകാനായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ദൈവവചനം ഉലകത്തിൽ നമുക്ക് എഴുതി തരുന്നതിന് മുമ്പേ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരുന്നതായ ദൈവവചനമാണ്. അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളായി പറയുന്നു. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവരങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, ദൈവജനമാണ്. ഇവിടെ 9-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞു വരുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിഷയം വായിച്ചു പോകുമ്പോഴേ മനസ്സിലാകണം. അതിനു വേണ്ടിയിട്ടാണ് 9-ാം അധ്യായത്തിലേക്ക് വരാൻ ഞാനൊന്ന് വായിച്ചു തുടങ്ങുകയാണ്. എത്രമാത്രം നമുക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ ഞാൻ ക്രിസ്തുവിൽ ഒരു സത്യം പറയുന്നത് ഫോഷ്കല്ല, പോള് പറയുക. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ഞാൻ ആക്ച്വലി ഇവരെ ഓർത്ത് ഭാരപ്പെടുന്നു. കാര്യം ഇവർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും എത്രമാത്രം പ്രയാസമുണ്ടോ അതിന്റെ 100 ഇരട്ടി പ്രയാസത്തിലാണ് പോൾ ഈ പറയുന്നത്. നമ്മുടെ സഹോദരന്മാർക്ക്, നമ്മുടെ വീട്ടുകാർക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭാര്യ, ഭർത്താവ്, അപ്പന്, അമ്മയ്ക്ക് ഇത് പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ലല്ലോ എൻ്റെ അപ്പ.
എന്നോർത്ത് നമ്മൾ എത്ര ഭാരപ്പെടുന്നോ അതിന്റെ 10 ഇരട്ടി ഭാരത്തോടാണ് പോൾ ഇത് എഴുതുന്നത്. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധ ആത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കാമായിരുന്നു. ഇവിടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോശെ പറയുന്നത് പോലെ മോശെ കർത്താവിനോട് പറയുന്നുണ്ട്, ദൈവം അവരെ നശിപ്പിക്കാനായിട്ട് പോകുമ്പോൾ ദൈവമേ അവരോട് ക്ഷമിക്കണമേ, ഇല്ല എങ്കിൽ എന്നെ കൂടെ വിട്ടുകളഞ്ഞാൽ എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരൂടെ മായ്ച്ചു കളഞ്ഞേക്കാൻ അവരോട് ചേർന്ന് നിന്ന് മോശ പറയുന്നത് പോലെ പോൾ പറയുന്ന ഒരു രംഗമായത്. എന്നെ കൂടെ വിട്ടുകളഞ്ഞാൽ ഞാനും ശാപഗ്രസ്തനാകാമായിരുന്നു എന്ന് പറയുന്ന അവർ ഇസ്രായേലിയർ. കാരണം പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിയർ എന്നും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളൊന്നും വരികയില്ല. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. ഞാൻ ഈ വായിച്ചു പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടൊക്കെ പറയുന്നത് ദൈവം വിട്ടുകളഞ്ഞോ എന്ന് ചോദിക്കുക. പിതാക്കന്മാരും അവർക്കുള്ളവർ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഇങ്ങനെ ഇരുന്നിട്ടും ദൈവം അവരെ വിട്ടുകളഞ്ഞോ എന്ന് ചോദിക്കുന്നതിന് മറുപടിയാ, ഇല്ല, ദൈവം അങ്ങനെ വിട്ടുകളഞ്ഞിട്ടില്ല. ദൈവവചനം വൃഥാവായി പോയിട്ടില്ല, ആ വാഗ്ദത്തം വൃഥാവായിട്ടില്ല. പക്ഷെങ്കിൽ എല്ലാവരും രക്ഷപ്പെടുമെന്നല്ല ദൈവം പറഞ്ഞത്. ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിരുന്ന് വരത്തില്ല. അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല. കാര്യം ഒത്തിരിയും സന്തതികൾ അബ്രഹാമിന് ജനിച്ചിട്ടുണ്ട്. സാറയിൽ കൂടെ ജനിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഹാഗാറിൽ കൂടെ ജനിച്ചിട്ടുണ്ട്, കെത്തൂറായിൽ കൂടെ ജനിച്ചിട്ടുണ്ട്, ഒത്തിരി മക്കൾ ജനിച്ചിട്ടുണ്ട്. അവരെല്ലാവരും മക്കളെന്ന് വരികയില്ല. അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ തന്റെ സന്തതി എന്ന് വരും എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്ന് എണ്ണുന്നു എന്ന് പറയുക. അവരുടെ വാഗ്ദത്തമൊന്നും ദൈവം വിട്ടുകളഞ്ഞിട്ടില്ല. പക്ഷെ അവരിൽ നിന്ന് ഒരു തെരഞ്ഞെടുത്ത ജനമുണ്ട്. എല്ലാവർക്കും ഇസ്രായേലിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ വാഗ്ദത്തം ലഭിക്കത്തില്ല. ആ വാഗ്ദത്ത സന്തതി, അതായത് ദൈവഹിതം പോലെ ജീവിക്കുന്ന ദൈവത്തിന്റെ ആ വാഗ്ദത്ത ജനത്തിന് മാത്രമാണ് ഇതുള്ളത് എന്ന് പറയുക. ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്നല്ലോ വാഗ്ദത്ത വചനം. അത്രയുമല്ല, റിബേക്കയും നമ്മുടെ പിതാവായ ഇസഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവളോട് അരുളി ചെയ്തു. ഇവിടെയൊക്കെ പറഞ്ഞു വരുന്നത് ദൈവത്തിന്റെ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. ദൈവം അതിൻ പ്രകാരം അവരെ തിരഞ്ഞെടുത്തു എന്ന് പറയുകയാണ്. ഇവിടെ അടുത്ത ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഇതൊരു ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. ദൈവ ഹിതപ്രകാരം ദൈവം ഓരോ കാര്യങ്ങളും ചെയ്യുന്നു, നമ്മളെ തിരഞ്ഞെടുക്കുന്നു, ചിലരെ കൈവിടുന്നു. അതിൽ നമ്മൾ നിസ്സഹായകരാണ്, നമുക്കതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്ന ഒരു ധ്വനി, എന്ന ഒരു ചിന്ത വരുന്ന രീതിയിലാണ് നാം ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഇത് ശരിയല്ല. ആ ചിന്ത ക്രിസ്തീയ വിശ്വാസത്തിൽ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിന്തയാണ്. എന്നാൽ ഇവിടെ പറഞ്ഞു വരുന്നത് ആ ഒരു വിഷയമല്ല. അത് നമുക്ക് അങ്ങനെ തോന്നാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിമിതമായ അറിവാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ളത്. ദൈവിക പദ്ധതികളെ കുറിച്ചുള്ള പരിമിതമായ അറിവ് വെച്ചിട്ട് അപരിമിതനായ ദൈവത്തെ നമ്മൾ അളക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുന്നത് കൊണ്ടാണ് ആ രീതിയിലൊക്കെ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നത്. ദൈവം ചിലരെ സ്നേഹിക്കുന്നു, ചിലരെ വെറുക്കുന്നു. ഇതൊന്നും ബിബ്ലിക്കലി ഉള്ള ഡോക്ട്രിൻ അല്ല. ഇതെല്ലാം ഡിമോണിക് ഡോക്ട്രിൻ, അതായത് സാത്താന്യ ഉപദേശങ്ങളാണ്. ദൈവം ഒരു മനുഷ്യന് പോലും നഷ്ടപ്പെട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇത് എന്താ പറയുന്നത്, ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. നമുക്ക് ഈ തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഒരു റോൾ ഇല്ലായിരുന്നു. ദൈവം നമ്മളെ മുന്നമേ കണ്ടിരുന്നു, നമ്മുടെ തലേ വിധി, അല്ലെങ്കിൽ ദൈവം അങ്ങനെ എന്നെ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ കണ്ടിരുന്നു. കാര്യം ഈ വാക്യങ്ങളിലൊക്കെ പറയുന്നത് കണ്ടില്ലേ, ഈ വാക്യങ്ങളിലൊക്കെ പറഞ്ഞത് കുട്ടികൾ ജനിക്കുകയോ ഗുണമാകുകയോ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. അതായത് ദൈവം ഓൾറെഡി നിശ്ചയിച്ചിരിക്കുന്നു, ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടെ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നിസ്സഹായ അവസ്ഥയിലാണ് നമ്മൾ ഇതിനെയൊക്കെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇതിന്റെ സത്യം അങ്ങനെയല്ല. മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവളോട് അരുളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ.
ഇവിടെയൊക്കെ പോള് ഈ ഭാഗങ്ങളൊക്കെ കോട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ഇങ്ങനെ രണ്ട് പേരെ, ഒന്ന് ഏശാവിനെ ദ്വേഷിച്ചിട്ട് യാക്കോബിനെ ദൈവം ഇഷ്ടപ്പെട്ടു എന്നൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല. ദൈവത്തിന്റെ രണ്ട് വലിയ പദ്ധതികളാണ്. അതിൽ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വലിയ ജനം, വലിയ ജാതി, അത് യാക്കോബിൽ കൂടെ പുറപ്പെട്ടു വരും എന്നുള്ളത് ദൈവിക നിശ്ചയമാണ്. അല്ലാതെ ഏശാവിനെ ദൈവത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇഷ്ടക്കേടുണ്ടായിട്ടോ യാക്കോബിനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇഷ്ടമുണ്ടായിട്ടോ ദൈവം അങ്ങനെ തിരഞ്ഞെടുത്തതല്ല. ദൈവത്തിന് അങ്ങനെ ഇഷ്ടം ഒരാളോട് കാണിക്കുവാൻ കഴിയത്തില്ല. എന്റെ സമയം വീണ്ടും തീർന്നു പോകുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ അല്പം കൂടെ എലാബറേറ്റ് ചെയ്ത് ഈ കാര്യങ്ങൾ പറയണം എന്ന് ആഗ്രഹിച്ചിരുന്നതാ. അതായത് നമ്മുടെ ഒരു ഫ്രീ വിൽ, മനുഷ്യന്റെ മാൻസ് ഫ്രീ വിൽ ആൻഡ് സോവറിനിറ്റി ഓഫ് ഗോഡ്, അതായത് ദൈവത്തിന്റെ പരമാധികാരവും നമുക്ക് കാര്യങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള മാനുഷികമായിട്ടുള്ള അവകാശവും അധികാരവും, ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. കാര്യം ഇതിന്റെ ബേസിസിൽ ഒത്തിരിയും തെറ്റായ ഉപദേശങ്ങൾ ക്രിസ്തണ്ടത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ക്രിസ്തീയ മാർഗത്തിൽ നമ്മെ ദൈവം തിരഞ്ഞെടുക്കുന്നു, എനിക്കതിൽ വലിയ റോളൊന്നുമില്ല, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവം എന്നെ കണ്ടിരുന്നു, ഉലക സ്ഥാപനം മുമ്പേ ദൈവം എന്നെ കണ്ടു, എന്നെ തിരഞ്ഞെടുത്തു, എനിക്ക് ഒരു യോഗ്യതയുമില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ പാടുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ഇവിടൊക്കെ നമുക്ക് യാതൊരു റോളുമില്ല, ദൈവത്തിന്റെ ഇഷ്ടം എന്തായിരുന്നു അത് എന്നിൽ നിറവേറി എന്ന് പറഞ്ഞ് നമുക്ക് കൈ കഴുകുവാനായിട്ട് കഴിയത്തില്ല. കാര്യം ഇതൊരു തെറ്റായ പ്രാക്ടീസിലേക്കും തെറ്റായ ഡോക്ടറിനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഇന്ന് കൊണ്ട് ഈ ചാപ്റ്റർ തീർന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു അല്പസമയം കൂടി ഈ വിഷയം ഒന്ന് പറയാമെന്ന് ഞാൻ വിചാരിക്കുക. അതായത് ഇതിന്റെ ബേസിസിലാണ് കാൽവിനിസം എന്നും അർമേനിയനിസം എന്നും പറയുന്ന രണ്ട് ഇസങ്ങള് ക്രിസ്തീയ വിശ്വാസത്തിൽ ഉടലെടുക്കുവാനായിട്ടിടയായത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കാൽവിനിസം, അർമേനിയനിസം. ഇത് രണ്ടും നമ്മൾ ഒരു അല്പമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് കാൽവിനിസം, അർമേനിയനിസം? ഈ രണ്ട് വിഷയങ്ങളാണ്. ഒരു കൂട്ടർ പറയുന്നു, എനിക്ക് രക്ഷിക്കപ്പെടാനായിട്ട് കഴിയത്തില്ലായിരുന്നു, ദൈവം എന്നെ തിരഞ്ഞെടുത്തു, എനിക്ക് യാതൊരു യോഗ്യതയുമില്ലായിരുന്നു, ഞാൻ ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്, എനിക്ക് രക്ഷിക്കപ്പെടാനായിട്ട് കഴിയത്തില്ലായിരുന്നു, എനിക്ക് അതിനുള്ള പവർ എനിക്കില്ലായിരുന്നു, പക്ഷെ ദൈവം എങ്ങനോ എന്നെ കണ്ടു, എന്നെ തിരഞ്ഞെടുത്തു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്നാൽ അർമീനിയൻ എന്ന് പറയുന്ന ഒരാൾ പറയുന്നത് അങ്ങനല്ല, നമ്മളെ ദൈവം തിരഞ്ഞെടുത്തല്ല, നാം ദൈവത്തെ തിരഞ്ഞെടുത്തതാണ്, ദൈവം ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല, നാം ഓരോരുത്തരും ദൈവത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് പറയുന്നത്. ഇവിടെ ഈ കാൽവിൻ എന്നും അർമീനിയൻ എന്നും പറയുന്ന 1600-കളിൽ ജീവിച്ചിരുന്ന 1500-കളിൽ ജീവിച്ചിരുന്ന രണ്ട് തിയോളജിയൻസ് ആണ്. ജോൺ കാൽവിനും ജാക്കോബിയസ് അർമീനിയൻസ് എന്ന് പറയുന്ന രണ്ട് തിയോളജിയൻസ്. ഇതില് നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് ഞാനത് കാണിക്കാം. ഇവിടെ കണ്ടില്ലേ, ഈ കാൽവിൻ പറഞ്ഞ 5 പോയിന്റുകളാണ് ഞാൻ ഈ കാണിക്കുന്നത്. അതിന്റെ ഒരു അക്രോണിയം ടുലിപ്പ് എന്ന ഒരു അക്രോണിയമാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ടുലിപ്പ് എന്ന് പറയുന്നത് TULIP. ആ ടുലിപ്പ് എന്ന് കാണിച്ചിരിക്കുന്നതുകൊണ്ട് ആ ടുലിപ്പ് പൂവിന്റെ പടവും അവിടെ വെച്ചിരിക്കുന്നത്. ടുലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഈ 5 മെയിൻ സബ്ജക്റ്റുകളാണ് കാൽവിൻ പഠിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ടോട്ടൽ ഡിപ്രാവിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യന് യാതൊരു വിധത്തിലും രക്ഷിക്കപ്പെടാനോ തെരഞ്ഞെടുക്കുവാനോ നമുക്ക് ദൈവത്തെ തെരഞ്ഞെടുക്കുവാൻ കഴിയത്തില്ലായിരുന്നു, രക്ഷയിലേക്ക് വരാൻ കഴിയത്തില്ലായിരുന്നു. ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നമ്മിൽ ഒരു ക്വാളിറ്റിയും ഇല്ലായിരുന്നു. ദൈവം നമ്മളെ കണ്ടു, ദൈവം നമ്മളെ വിളിച്ചു, നമ്മളെ തെരഞ്ഞെടുത്തു, അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു, അല്ലാതെ എനിക്ക് ദൈവത്തെ തെരഞ്ഞെടുക്കാൻ കഴിയത്തില്ലായിരുന്നു എന്നാണ് കാൽവിൻ പറയുന്നത്. രണ്ടാമത്തേത് അൺകണ്ടീഷണൽ ഇലക്ഷൻ. അതായത് ഇവിടെ ഈ ഇലക്ഷന് വേണ്ടിയിട്ട് എന്നിൽ ഒരു ഗുണവുമില്ലായിരുന്നു, ഒരു നന്മയുമില്ലായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നാലേ ദൈവം തെരഞ്ഞെടുക്കുന്നില്ല, ഒരു കണ്ടീഷനുമില്ല, ഒരു നന്മയും ഇല്ലാതിരുന്നിടത്തുനിന്ന് ദൈവം ഒരു കണ്ടീഷനും കൂടാതെ എന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അതിനാണ് അൺകണ്ടീഷണൽ ഇലക്ഷൻ എന്ന് പറയുന്നത്. 3, ലിമിറ്റഡ് അറ്റോൺമെന്റ്. ലിമിറ്റഡ് അറ്റോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കമായ പരിമിതമായ പ്രായച്ചിത്തയാഗം. അതായത് ദൈവം കാൽവറിയിൽ പ്രായച്ചിത്തമായത് ഈ രക്ഷിക്കപ്പെടാനുള്ളവർക്ക് വേണ്ടി മാത്രമായിരുന്നു, ഉലകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടല്ല എന്നൊരു പഠിപ്പീര്. ആ രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ് കർത്താവ് കാൽവറിയിൽ യാഗമായതെന്ന്. ഇതിനെയാണ് ലിമിറ്റഡ് അറ്റോൺമെന്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം ജോൺ കാൽവിന്റെ പഠിപ്പീരായിരുന്നു. അടുത്തത് ഇറസിസ്റ്റബിൾ ഗ്രേസ്. അതായത് ദൈവത്തിന്റെ കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അത് ദൈവം ഒരാൾക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഒരുത്തർക്കും തടയാൻ കഴിയത്തില്ല. എനിക്കിപ്പോ വേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ദൈവം ആ കൃപ എനിക്ക് തരും, ആ കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് അതിനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല.
ഇറസിസ്റ്റബിൾ ഗ്രേസ് എന്ന് പറയുന്ന ഒരു പോയിന്റ്. അടുത്തതാണ് പെർസിവിയറൻസ് ഓഫ് ദ സെയിൻസ്. അതായത് ഈ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി അവൻ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് അവന് കഴിയത്തില്ല. അവൻ ബൈ ചാൻസ് താൽക്കാലികമായിട്ട് മാറിപ്പോയാലും വീണ്ടും അവൻ മടങ്ങി ദൈവത്തിലേക്ക് വരും. അതുകൊണ്ട് ആത്യന്തികമായിട്ട് അവൻ രക്ഷിക്കപ്പെട്ടവനാണ്, അവന് ദൈവത്തിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് കഴിയത്തില്ല എന്ന് പറയുന്ന ഒരു രീതി. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ജാക്കൂബിയസ് അർമീനിയൻ എന്ന് പറയുന്ന ആ തിയോളജിയൻ പഠിപ്പിച്ചത്. അദ്ദേഹം പറയുന്നത് ടോട്ടൽ ഡിപ്രാവിറ്റി തെറ്റാണ്, നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്താൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണെന്ന് പറയുന്നു. രണ്ടാമത്തെ പോയിന്റിൽ അൺകണ്ടീഷണൽ ഇലക്ഷൻ, നമുക്ക് യാതൊരു യോഗ്യതയും വേണ്ടായിരുന്നു, ദൈവം നമ്മളെ അങ്ങ് തിരഞ്ഞെടുക്കുകയായിരുന്നു പറയുമ്പോൾ അർമീനിയൻ പറയാണ് നോ 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 കാൽവിൻ, യു ആർ റോങ്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മിൽ ചില ഗുണങ്ങളെ കണ്ടതുകൊണ്ടാണ്. ദൈവത്തോടുള്ള താല്പര്യവും ദൈവവചനത്തോടുള്ള ആഗ്രഹവും ദൈവത്തെ അറിയുവാനുള്ള നമ്മിലുള്ള ആ ജിജ്ഞാസയും ആഗ്രഹവും ദൈവസ്നേഹവും കണ്ടിട്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതെന്ന് പറയുക. കണ്ടീഷണൽ ഇലക്ഷൻ ആയിരുന്നു. അടുത്തത് ലിമിറ്റഡ് അറ്റോൺമെന്റ്. ഇവിടെ ജാക്കൂബിയസ് അർമീനിയൻ പറയുകയാണ് അത് ലിമിറ്റഡ് ആയിരുന്നില്ല, ഉലകത്തിലുള്ള സകല മാനവരാശിക്കും വേണ്ടിയാണ് കർത്താവ് കാൽവറിയിൽ യാഗമായത്. ഇറസിസ്റ്റബിൾ ഗ്രേസിനെ കുറിച്ച് താൻ പറയുന്നത് അങ്ങനല്ല, ഒരാൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ആൾക്ക് തീർച്ചയായിട്ടും നിരസിക്കാം. എനിക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമില്ല, എനിക്ക് രക്ഷപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ ഈ ലോകത്തിന് രീതിയിൽ ജീവിച്ചോളാമെന്ന് ഒരാൾ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ദൈവം അവനെ വിട്ടുകളയും, അവന്റെ പുറകെ പോയി അവന് ഗ്രേസ് കൊടുത്ത് അവനെ രക്ഷിക്കത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ പെർസിവിയറൻസ് ഓഫ് സെയിൻസ്, ഒരാൾ വീണു പോയി കഴിഞ്ഞാൽ അവൻ എന്നേക്കുമായിട്ട് വീണു പോകത്തില്ല, അവൻ മടങ്ങി വരുമെന്ന് കാൽവിൻ പറയുമ്പോൾ അർമീനിയൻ പറയുകയാണ് അങ്ങനല്ല, അവന് ഏത് സമയത്ത് വേണമെങ്കിലും വിട്ടിട്ട് പോകാം. ഇന്ന് അവന് അതിൽ തുടരാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ലീവ് ദാറ്റ് ആൻഡ് പരിശുദ്ധാത്മാവിനെ വിട്ടിട്ട് അവൻ അവന്റെ ഇഷ്ടത്തിന് ഈ ലോകപ്രകാരമുള്ള ജീവിതത്തിലേക്ക് പോകുവാൻ കഴിയും എന്ന് പറയുകയാണ്. ഈ രണ്ട് വിശ്വാസങ്ങളാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള രണ്ട് പഠിപ്പിക്കലുകളാണ്, രണ്ട് സ്കൂൾ ഓഫ് തോട്ട്സ് ആണ്. ഇത് രണ്ടും ഇവരുടെ മരണശേഷം, കാൽവിന്റെയും അർമീനിയന്റെയും മരണശേഷം മറ്റു തിയോളജിയൻസ് എല്ലാം കൂടെ ചേർന്നിട്ട് 1619 ചേർന്ന് ഡോട്ട് സിനഡ് എന്ന് പറയുന്ന ഒരു സിനഡ്, നെതർലാൻഡിലെ DORT എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയ സിനഡിൽ ഇത് പ്രസന്റ് ചെയ്യുകയും അന്ന് ഈ അർമേനിയനിസം കംപ്ലീറ്റ്ലി എഴുതി തള്ളുകയും ചെയ്തു. വേണ്ടുന്ന എവിഡൻസ്, സ്ക്രിപ്ചറൽ എവിഡൻസ് അതിനില്ല എന്ന് പറഞ്ഞിട്ട് ഈ അർമീനിയൻ വാദം എഴുതി തള്ളുകയും കാൽവിനിസം പൂർണ്ണമായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും ചില വശങ്ങൾ കാൽവിൻ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞ് നിർത്തുകയും ചെയ്തു. ഇത് രണ്ടും തെറ്റായിട്ടുള്ള ഉപദേശങ്ങളാണ്. പൂർണ്ണമായിട്ട് രണ്ട് ഉപദേശങ്ങളും ശരിയല്ല. പക്ഷെങ്കിൽ രണ്ടിലും തെറ്റുകൾ ഉള്ളപ്പോൾ തന്നെ ചില ശരികൾ രണ്ടിലും ഉണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് പൂർണ്ണമായിട്ട് അംഗീകരിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഇതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിലുള്ള ഒത്തിരി ഭയങ്കര അറിയപ്പെടുന്ന ലീഡേഴ്സ് ഉണ്ട്, ഫുൾ ഈ 5 പോയിന്റ് കാൽവിനിസം വിശ്വസിക്കുന്നവരും ഫോളോ ചെയ്യുന്നവരും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഭയങ്കര ഗംഭീരമായിട്ട് അറിയപ്പെടുന്ന തിയോളജിയന്മാരിൽ ഒത്തിരി പേര് ഈ അർമേനിയനിസം ഫോളോ ചെയ്യുന്നവരാണ്. രണ്ടായിരുന്നാലും നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കാൽവിൻ പറയുന്നത് എഫേസ്യ ലേഖനം 1:4 പറയുന്ന കാര്യമാണ്. അതായത് നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിഷ്കളങ്കരും, അവിടെ പറയുന്നത് കണ്ടില്ല, നാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മളെ തിരഞ്ഞെടുത്തു. എങ്ങനെ ദൈവം ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മളെ തിരഞ്ഞെടുത്തു. ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മൾ ഉണ്ടായിരുന്നോ? നമ്മളില്ല. നമ്മൾ ജനിച്ചത് ഈ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ നമ്മെ തെരഞ്ഞെടുത്തതെന്ന് ഉലക സ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു. ഇതാണ് കാൽവിൻ പറയുന്നത്. അതിന് നമ്മുടെ റോളൊന്നും ഇല്ലായിരുന്നു, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് പറയുക. അതിൽ ഞാൻ ജനിച്ചിട്ട് പോലുമില്ല, അന്ന് ഉലക സ്ഥാപനത്തിന് മുമ്പേ ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്ന് പറയുക. എന്നാൽ അർമീനിയൻ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 3:16 നോക്കി. 3:16 പറയുകയാണ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, അതായത് പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇവിടെ അർമീനിയൻ പറയുന്നത് നമ്മളെ തെരഞ്ഞെടുക്കുമായിരുന്നു, നമ്മൾ വിശ്വസിക്കുകയായിരുന്നു, അതുകൊണ്ട് പുത്രനെ നമുക്ക് ലഭിച്ചു എന്ന് പറയുക. ഇത് രണ്ടും രണ്ട് സ്കൂൾ ഓഫ് തോട്ട്സ് ആണ്. ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് സ്വർഗത്തിൽ ചെന്ന് നമ്മൾ കർത്താവിനോട് ചോദിക്കുമ്പോഴേ നമുക്ക് ശരിയായിട്ടുള്ള ഒരു ആൻസർ ക്രിസ്ത്യാനിക്ക് ഇതിനെക്കുറിച്ച് ലഭിക്കത്തുള്ളൂ. അതുവരെ നമ്മൾ ഈ എഗ്ഗാണോ ചിക്കനാണോ എന്നുള്ള രീതിയിൽ ഈ സംശയം ഇങ്ങനെ കൊണ്ടു നടന്നുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ റോമാലേഖനം പഠിക്കുമ്പോൾ ഇതിൽ അല്പമായിട്ട് ഇതിൽ വെളിച്ചം വീശുന്നുണ്ട്. റോമാലേഖനത്തിന്റെ 8-ാം അധ്യായം 29-ാമത്തെ വാക്യം കൂടി ഇതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് പ്രൊജക്ട് ചെയ്യാം.
8-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം അവിടെ പറയുന്നുണ്ടോ, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ദൈവം വിളിച്ചു എന്നുള്ളത് ശരിയാ, ഉലക സ്ഥാപനത്തിന് മുമ്പേ വിളിച്ചു എന്നുള്ളത് ശരിയാ. അതിന് കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അവരെ മുന്നറിഞ്ഞിരുന്നു. ആ മുന്നറിവ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ. കാര്യം ഒരുവൻ രക്ഷിക്കപ്പെടുമോ, തോമസ് ജോർജ്, ഞാൻ രക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് മുതലേ കണ്ടിരുന്ന ദൈവത്തിന് അറിയാം ഞാൻ എവിടെ ചെല്ലുമെന്നുള്ളത്, ഞാൻ ആരായിത്തീരുമെന്നുള്ളത്. അതാണ് ദൈവത്തിന്റെ മുന്നറിവ് എന്ന് പറയുന്നത്. ദൈവത്തിന് എന്നെ അറിയാമായിരുന്നു. ഞാൻ മരിച്ചു കഴിയുന്നത് വരെ, ആ ഒരു സമയം വരെ എന്താണ് അടുത്തത് എന്നിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് ദൈവത്തിന് എന്നെ അറിയാം. മുന്നറിഞ്ഞവരെ അവൻ വിളിച്ചവരെ വിശദീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഈ മുന്നറിവിൻ പ്രകാരമാണ് ദൈവം അവരെ വിളിച്ചിരുന്നത് എന്ന് നമുക്കിതിനെ കുറിച്ച് പറയുവാനായിട്ട് കഴിയും. എന്നിരുന്നാലും ഞാനിവിടെ പറഞ്ഞു വന്നതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ദൈവം ഒരുത്തരെയും ആക്ച്വലി ദൈവത്തിന്റെ ഹിതപ്രകാരം വിളിക്കുന്നില്ല. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. ഇവിടെ യാക്കോബിനെ ഉപേക്ഷിച്ചു, ഏശാവിനെ ദൈവം ദ്വേഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ കംപ്ലീറ്റ് ആയിട്ട് യാക്കോബിനെ വിട്ടുകളഞ്ഞു, ദൈവത്തിന് യാക്കോബിനോട് എന്തോ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു എന്നല്ല ഇതിന്റെ അർത്ഥം. ഏശാവിനോട് എന്തോ വിരോധം ഉണ്ടായിരുന്നു എന്നല്ല. നമ്മൾ ഏശാവിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കാണുന്നത് ദൈവം ഏശാവിനെ അനുഗ്രഹിച്ചിരുന്നത് കണ്ടു കഴിഞ്ഞാൽ വളരെ അനുഗ്രഹത്തോട് ദൈവം ഏശാവിനെ തന്റെ ജീവിതകാലം മുഴുവൻ അനുഗ്രഹിച്ചിരുന്നു. 36 ഉൽപ്പത്തി പുസ്തകം 36-ാമത്തെ അധ്യായം അതിന്റെ 6 മുതൽ 9 വരെ ഞാൻ പെട്ടെന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇവിടെ പറയുന്നത് കണ്ടോ, എന്നാൽ ഏശാവ് തന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരെയും തന്റെ ആടുമാടുകളെയും സകല മൃഗങ്ങളെയും കനാൻ ദേശത്ത് സമ്പാദിച്ച സകല സമ്പത്തൊക്കെയും കണ്ടോ. അവിടെ ഏശാവിനെ ദൈവം ഒന്നും വിട്ടുകളഞ്ഞിരിക്കുകയല്ല, ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചിരിക്കുക. കനാൻ ദേശത്ത് സമ്പാദിച്ച സകല സമ്പത്തും കൊണ്ട് തന്റെ സഹോദരനായ യാക്കോബിന്റെ സമീപത്ത് നിന്ന് ദൂരദേശത്തേക്ക് പോയി. കാര്യം അതുപോലെ സമ്പത്തായത് കാരണം അവർക്ക് രണ്ടും കൂടെ കൂടി കലർന്ന് ജീവിക്കാൻ കഴിയത്തില്ല. അതുപോലെ ദൈവം അനുഗ്രഹിച്ച ആളാണ് ഏശാവ്. അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ വഹിയാതെ വണ്ണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു. കണ്ടോ, അവരുടെ ആടുമാടുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്ത് നിന്ന് അവരെ വഹിച്ചുകൂടായിരുന്നു. അത്രയ്ക്ക് ദൈവം അനുഗ്രഹിച്ചതാ. ഇവിടെ ഒന്നും ഏശാവിനെ ദൈവം അനുഗ്രഹിച്ചില്ല എന്നോ ഏശാവിനോട് ദൈവത്തിന് എന്തോ വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നൊന്നും അല്ല ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ. ഇവിടെ നിന്ന് 2 തലമുറയെ, 2 ജനറേഷനെ ദൈവം വിളിച്ച് വേർതിരിക്കുക. അതിൽ ദൈവം വിളിച്ചവരാണ് ദൈവത്തിന്റെ സന്തതികൾ. അബ്രഹാമിൽ നിന്ന് ജനിച്ചവരെല്ലാം ദൈവത്തിന്റെ മക്കളെന്ന് വരികയില്ല. ഇസ്രായേലിൽ നിന്ന് ജനിച്ചവരെല്ലാം അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവരത്രേ ദൈവത്തിന്റെ മക്കളെന്ന് വരും. അങ്ങനെ ഒരു ജനതയെ വിളിച്ച് വേർതിരിക്കുകയാണ് എന്നാണ് ഈ വാക്യത്തിൽ കൂടെ പറയുന്നത്. ദൈവം യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു. ആകയാൽ നാം എന്തു പറയേണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു. ഇവിടെയൊക്കെ നിന്ന് അല്പം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയുന്നത്. മോശെ ഇസ്രായേൽ ജനം എന്താ പറയുന്നത്, അഹരോനിൽ കൂടി ഈ കാളക്കുട്ടിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ദൈവം എഴുതി കൊടുക്കുന്ന കൽപ്പലകയൊക്കെ എറിഞ്ഞുടയ്ക്കുന്നതൊക്കെ ആ ഒരു രംഗമാണ്. അത് കഴിഞ്ഞിട്ട് ദൈവം അവരോട് പറയുക, ഞാൻ നിങ്ങളോട് കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ആഭരണം നീക്കിക്കളയുക, കുണുക്കും അവരുടെ ആഭരണങ്ങളൊക്കെ നീക്കിക്കളയാൻ പറയുന്ന ഒരു രംഗം. അത് കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമെന്ന് മോശ പറയുന്ന ഒരു രംഗവും, ദൈവം തനിക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതാണ്. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഞാനൊന്ന് വായിച്ചു വിടാം. അതിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്, ദൈവം ഒരു ജാതിയെ അവരിലൂടെ തെരഞ്ഞെടുക്കുന്നു. അവരുടെ ഇലക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്ത് ഫറവോനോട് അരുളി ചെയ്യുന്നു. അങ്ങനെ തനിക്ക് മനസ്സുള്ളവരോട് അവൻ കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? ആർ അവന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവന് അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? ഇവിടെ ഒക്കെ നമ്മൾ ആ വായിച്ചു വരുമ്പോൾ ദൈവം എന്തോ നിർബന്ധപ്രകാരം
ഒരാളെ തെറ്റുകാരനാക്കുന്നു എന്നൊരു ധ്വനി നമുക്കൊരു പക്ഷം കിട്ടിയെങ്കിലും അങ്ങനല്ല അതിന്റെ അർത്ഥം. ഒരേ പിണ്ടത്തിൽ നിന്ന്, അതായത് ഇസ്രായേൽ ആകുന്ന ഒരേ പിണ്ടത്തിൽ നിന്ന് ഒരു ജനം, അതായത് ലിറ്റിൽ ഫ്ലോക്സ്, ചെറിയ കൂട്ടം ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു വലിയ കൂട്ടത്തിനെ മഹാപുരോഹിതനും മറ്റ് ശാസ്ത്രിമാരും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ കൂട്ടം ദൈവത്തെ അറിയാതെ പോയി ഒരേ പിണ്ടത്തിൽ നിന്ന് കുശവൻ 2 പാത്രങ്ങളെ മെനയുക. ഒരേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രത്തിനെ മാനപാത്രമായിട്ടും മറ്റൊന്നിനെ അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ കുശവൻ അധികാരമില്ലയോ? അതെല്ലാം ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും പ്രകാരം നടക്കുന്നു എന്ന് പറയുക. എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്നും മാത്രമല്ല ജാതികളിൽ നിന്ന് വിളിച്ച തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോട് സഹിച്ചുവെങ്കിൽ എന്ത്? എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയമല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. ഇതെല്ലാം ഹോശേയ പ്രവചനത്തിൽ അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുമെന്നും എല്ലാം അവരോട് പറഞ്ഞിരിക്കുന്നത് അവരുടെ ആ ഒരു തെരഞ്ഞെടുപ്പിനെ കാണിക്കുവാൻ വേണ്ടിയിട്ട് എന്ന് ഹോശേയ പുസ്തകത്തിലും അരുളി ചെയ്യുന്നുവല്ലോ. യെശയ്യാവോ ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും, ശ്രദ്ധിച്ചേ, കടൽക്കരയിലെ മണൽ പോലെയാണ്. ഇത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അല്ല, അത് നമ്മളാണ്. ഇത് ഇവരെ കുറിച്ച് പറയുന്നത് ഇസ്രായേലിന്റെ ജനം കടൽക്കരയിലെ മണൽത്തിര പോലെ ആയിരിക്കും, മണൽത്തരി പോലെ ആയിരിക്കും. അവർ ഈ ഭൂമിയിൽ നിൽക്കാൻ പോകുന്നവരാ. അവർക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ എന്നല്ല അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പ് അത്രേ രക്ഷിക്കപ്പെടും. ഒരു ശേഷിപ്പ്, ഒരു റെമനന്റ് എല്ലാ കാലത്തും അവരിൽ നിന്നുണ്ട്. കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറയുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമ്മുടെ സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സോദോമ പോലെ ആകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു എന്ന് യെശയ്യാവ് മുമ്പ് കൂട്ടി പറഞ്ഞിരിക്കുന്നുവല്ലോ. ആകയാൽ നാം എന്തു പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. നമ്മളെ കുറിച്ചാണ് പറയുന്നത്. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവർത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ. അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. ഞാനിതാ സിയോനിൽ ഇടർച്ചക്കല്ലും തണങ്ങൽ പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 9-ാമത്തെ അധ്യായം ഞാൻ ഒരു അല്പം പെട്ടെന്ന് വായിച്ചു വിടേണ്ടതായിട്ട് വന്നു. പക്ഷെ എന്നിരുന്നാലും അവിടെ ഇസ്രായേലിന്റെ ആ തിരഞ്ഞെടുപ്പ്, അവരെ ദൈവം ദൈവജനമായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നമ്മളെ കാണിക്കുവാൻ പല ഉദാഹരണങ്ങൾ കൊണ്ടുവന്ന് പൗലോസ് ആ വിഷയം അവതരിപ്പിച്ചിരിക്കുകയാണ്. റോമാലേഖനം മുഴുവനും പഠിച്ചു കഴിഞ്ഞാൽ ഈ 2 സാക്ഷികളെ കൊണ്ടുവന്ന് ഇത് വ്യക്തമാക്കി തരുന്ന ഒരു രീതി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ ചില സാക്ഷികളെ പ്രസന്റ് ചെയ്തുകൊണ്ട് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഈ അധ്യായത്തിൽ കൂടി പൗലോസ് സമർത്ഥിച്ചിരിക്കുകയാണ്. ഒത്തിരിയും കാര്യങ്ങൾ ശ്വാസം വിടാതെ ഞാൻ പറയാനായിട്ട് ഇടയായി. എത്രമാത്രം നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു, എത്രമാത്രം നിങ്ങൾക്കത് മനസ്സിലായി എന്ന് എനിക്ക് അറിയുന്നില്ലെങ്കിലും ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നൊന്ന് ടച്ച് ചെയ്തിട്ട് 10-ാമത്തെ അധ്യായത്തിലേക്ക് കയറാം, ഒന്ന് പോളിഷ് ചെയ്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഈ വിഷയം ഉറപ്പാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ഈ കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരട്ടെ. എനിക്ക് പറയുവാനും മനസ്സിലാക്കി തരുവാനും ഒക്കെയുള്ള കഴിവ് വളരെ പരിമിതമാണ്. ഒന്നാമത് നമ്മൾ പ്രൊഫഷണലി ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ആളല്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. അത് കാരണം ഞാൻ ഈ വചനവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുക. എത്രമാത്രം പറഞ്ഞു തരാൻ കഴിയുന്നു, എത്രമാത്രം വെളിപ്പെടുത്താൻ കഴിയുന്നു എനിക്കറിയത്തില്ല. ദൈവം ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ. നിങ്ങൾക്കത് മനസ്സിലാക്കി തരുവാൻ ദൈവത്തിന്റെ കരുണ നിങ്ങളോട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ.